ദൈവനാമത്തിന് മഹത്വം. നമ്മുടെ ബൈബിൾ ക്ലാസ്സിലേക്ക് വീണ്ടും കടന്നു. ദൈവം സഹായിക്കാം. ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആരും ഇതിന്റെ ഇടയ്ക്ക് വർത്താനം പറയരുത്. നിങ്ങള് ഓഡിയോ മ്യൂട്ട് ചെയ്തിരിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിന്റെ 4ാമത്തെ ക്ലാസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. പല സ്ഥലങ്ങളിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. ചിലപ്പം ഓർമ്മ കിട്ടുന്നില്ല. നമുക്ക് വീണ്ടും ഇങ്ങനെ ഒന്ന് ചാരിപ്പാൻ ദൈവം സഹായിച്ചല്ലോ. പാസ്റ്റർ യശയായിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തന്റെ ദാസൻ കൂടി ചെയ്യുന്ന ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ അവിടുത്തെ ഇന്ത്യൻ സമയം ഇപ്പോൾ 9 മണിയാകാൻ തക്കവണ്ണം പോകുന്നു. എനിക്കിവിടെ ഇന്ത്യൻ ക്ലോക്ക് ഉണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ച് ഉറങ്ങേണ്ട സമയങ്ങളാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം പഠിക്കാൻ തക്കവണ്ണം ആർത്തിയോടെ ഇത്രയും പേരെ കണ്ടതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എനിക്ക് ആടിന്റെ പെരുപ്പല്ല, ഒരുക്കത്തോടെ ഇരിക്കുന്ന, ആർത്തിയോടെ ഇരിക്കുന്നത് 5 പേരെ ഉള്ളെങ്കിൽ 3 പേരുള്ളെങ്കിലും ഞാൻ ഒരിക്കലും ആള് കുറവെന്ന് പറഞ്ഞ് എൻ്റെ ബൈബിൾ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യുന്ന പരിപാടിയില്ല. കാരണം ഒരൊറ്റ വ്യക്തിയുടെ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ക്ലാസ് എടുത്ത് അവരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, സ്നാനപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ദാഹമുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം പഠിപ്പാൻ തക്കണം കഴിയും. നേരത്തെ തന്നെ നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇതിൽ കയറി ദൈവത്തിനെ പഠിക്കാൻ തക്കണം ഉത്സാഹിക്കുക. ആ വായനയെ സഹായിക്കാൻ തക്കണം സിസ്റ്റർ റോസമ്മയുണ്ട്, നമ്മുടെ ഏഞ്ചൽ മോളുണ്ട്. ഒരു മാറി മാറി വാക്യങ്ങൾ വായിച്ച് സഹായിക്കും. നമുക്ക് വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിക്കാം. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു അല്ലല്ല 2-3. അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. മതി. താങ്ക് യു മോളെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിന്റെ 1-ാമത്തെ വാക്യം കഴിഞ്ഞ ആഴ്ചയെ പൂർത്തീകരിപ്പാതക്കൊടിയായി തീർന്നു. അതിൽ തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു എന്നുള്ള പദത്തോടുകൂടിയാണ് 1-ാമത്തെ വാക്യം അവസാനിക്കുന്നത്. യോഹന്നാനെ കുറിച്ചുള്ള 5 പ്രത്യേക കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിക്കുകയുണ്ടായി. പ്രദർശിപ്പിച്ചു എന്ന് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അടയാളത്താൽ കാണിച്ചു എന്നാണ്. അടയാളത്താൽ കാണിച്ചു. നമ്മൾ ഒരു ഡ്രാമ കാണാൻ തക്കണം പോകുമ്പോൾ അതിന്റെ മുമ്പിൽ, സ്റ്റേജിന്റെ മുമ്പിൽ ഒരു കർട്ടൻ കാണും. നമ്മളെല്ലാവരും ഡ്രാമ കാണാൻ തക്കണം ഇങ്ങനെ ആർത്തിയോടെ കാത്തിരിക്കുന്ന സന്ദർഭത്തിൽ എന്താണ് ആ കർട്ടന്റെ പുറകിൽ നടക്കുന്നത് നമുക്കറിയാൻ മേല. എന്നാൽ വളരെ ആർത്തിയോടെ ആകാംക്ഷയോടാണ് നമ്മളിരിക്കുന്നത്. ആ സമയത്ത് കർട്ടൻ അങ്ങോട്ട് വലിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിന് ഒരു പ്രത്യേക ഒരു അനുഭവം ഉണ്ടാകാറുള്ളത് പോലെ പത്മോസ് ദ്വീപിൽ കിടക്കുന്ന യോഹന്നാന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ ദൂതൻ മുഖാന്തരം യോഹന്നാന് ഇത് പ്രദർശിപ്പിച്ചു, അടയാളത്താൽ കാണിച്ചു കൊടുത്തപ്പോൾ യോഹന്നാന് എന്തുമാത്രം ആശ്ചര്യപ്പെട്ടു കാണും. കാരണം താന് ആദ്യമായി കാണുന്നതാണ്. 1-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളില് ഒരു ശബ്ദം കേട്ടു. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ 7 സഭകൾക്ക് അയക്കായ എന്നുള്ള ശബ്ദം, കാഹളനാദത്തിനൊത്ത ശബ്ദമാണ് കേട്ടത്. അപ്പോൾ കണ്ടത് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായി, മാറത്ത് പൊൻകച്ചോട്ടനായി, ആ കാൽ ഉള്ളിൽ ചുറ്റുവഴിപ്പിച്ച വെള്ളോട്ട് സദൃശ്യമായി നിൽക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് കാണുന്നത്. ആ യേശുവിനെ കണ്ടപ്പോൾ താൻ ബോധം കെട്ട് താഴെ വീണു. അത് നമുക്ക് അറിയാം. കാരണം മർക്കോസിന്റെ മാളി വെച്ച് കണ്ട ആ രൂപമല്ല ഇപ്പോൾ കാണുന്നത്. ഒരു പ്രത്യേക നിലയിലാണ് കാണുന്നത്. അതും സഭയുടെ നടുവിൽ കൂടെ ഉലാത്തിക്കൊണ്ടിരിക്കുന്ന യേശുവിനെയാണ് കാണുന്നത്. അപ്പോൾ അടയാള സഹിതമാണ് ഇത് യോഹന്നാന് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോ ഇനി 2-ാമത്തെ വാക്യം, അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടത് ഒക്കെയും സാക്ഷീകരിച്ചു. ആ 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഒരു അരമണിക്കൂർ നിന്നിട്ട് 3-ാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കാം. ഈ 3-ാമത്തെ വാക്യം കൊണ്ട് ഇന്ന് രാത്രിത്തെ ക്ലാസ് അവസാനിക്കും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് പെട്ടെന്ന് എനിക്ക് ഓടിച്ചെടുക്കാൻ അറിയാം. ഞാൻ ലണ്ടനിൽ 2 ആഴ്ച കൊണ്ട് ക്ലാസ് എടുത്തു, സിംഗപ്പൂരിൽ 2 ആഴ്ച കൊണ്ട് ക്ലാസ് എടുത്തു. അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി ക്ലാസ്സുകൾ എടുക്കാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. അത് വളരെ ചുരുക്കമാണ്. എന്നാൽ ഈ 2-3 അധ്യായങ്ങളിൽ തന്നെ ഒരു 45-50 ക്ലാസ്സുകളുണ്ട്. അതുകൊണ്ട് ദൈവജനം നമ്മൾ ആഴമായിട്ട് പഠിച്ച് മുൻപോട്ട് പോകണം. ഇത് ധൃതി വെച്ച്
ഇത്ര നാളുകൊണ്ട് തീർക്കാമെന്നുള്ള നിലയിലല്ല നമ്മൾ ഈ ക്ലാസ് ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവജനം പഠിപ്പാൻ തക്കണം എല്ലാ ദൈവമക്കളും ഉത്സാഹിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു. ഇവിടെ വായിക്കുന്നു, അവൻ ദൈവത്തിന്റെ വചനവും. അങ്ങനെയാണെങ്കിൽ വെളിപ്പാട് പുസ്തകം ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനമാണ്. അത് ഇത് പ്രവചനമാണ്, പ്രവചന ഗ്രന്ഥമാണെങ്കിൽ തന്നെയും ഇത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടാകും. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത എന്താണ്? ഒന്നാമത്തെ വാക്യം ആവർത്തന പുസ്തകം 8:3 ആദ്യം വായിക്കാം. ആവർത്തനം 8:3. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. അവിടെ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത എടുക്കുന്നവർ പെട്ടെന്ന് വായിക്കണേ. നമുക്ക് സ്പീഡിൽ കൊണ്ടുപോകണം, അതുകൊണ്ട് താമസിപ്പിക്കരുത്, എടുത്തെടുത്ത് വെക്കണം അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക്. അപ്പൊ ഈ ദൈവത്തിന്റെ വചനം ജീവനുള്ള വചനമാണ്. ഈ വെളിപ്പാട് പുസ്തകം തന്നെ പറയുന്നു ദൈവത്തിന്റെ വചനമാണ്. ഈ വചനത്തോട് ആരെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന സകല ബാധയും അവന്റെ മേൽ വരുത്തും. ദൈവത്തിന്റെ വചനം ജീവനുള്ള വചനമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പരീക്ഷിപ്പാൻ തക്കവണ്ണം സാത്താൻ വന്നത് നമ്മൾ മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലും വായിക്കുന്നല്ലോ. അവിടെ ഈ ആവർത്തന പുസ്തകം 8-ാം അധ്യായം ഈ 3-ാമത്തെ വാക്യം എടുത്താണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒന്നാമത് സാത്താനെ പരാജയപ്പെടുത്തിയത്. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം വായിക്കാനല്ല, 30-31 വാക്യം വായിക്കുമ്പോൾ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ വാസ്തവമായി നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകുകയും സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പൊ ദൈവത്തിന്റെ വചനം ജീവനുള്ള വചനമാണ്. പ്രാർത്ഥന കൊണ്ട് മാത്രമായിരിക്കാതെ ഒരു റെയിൽവേ പാളത്തിന് ട്രെയിൻ പോകാൻ 2 പാളമുള്ളതുപോലെ തന്നെ ദൈവത്തിന്റെ വചനവും പ്രാർത്ഥനയും നമുക്ക് ആവശ്യമാണ്. വചനം വായിക്കുക, പ്രാർത്ഥിക്കുക. വചനത്തിൽ നമുക്ക് അനേക വാഗ്ദത്തങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. വചനം വായിക്കും തോറും അത് ജീവനുള്ള വചനമാണ്. എമ്മോസിലേക്ക് പോയ 2 ശിഷ്യന്മാരെ യേശുക്രിസ്തു അവർക്ക് മനസ്സിലാകാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ച് അവരുടെ കൂടെ നടന്നില്ലേ? അവരോട് ചോദിച്ചു, ബുദ്ധിഹീനരെ നിങ്ങൾ എന്തോ ഈ പറയുന്നത്, എന്താ സംസാരിക്കുന്നു ചോദിച്ചു. അപ്പം പറഞ്ഞു, യേശുവിനെ കുറിച്ചാ മരിച്ചുപോയെന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് കൊടുത്ത മറുപടി, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, കർത്താവ് ഇങ്ങനെ മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണമെന്നുള്ളത് മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നത് ഓരോന്നെടുത്ത് അങ്ങോട്ട് തെളിയിച്ചു കൊടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കി, തെളിയിച്ചു കൊടുത്തു. യേശുവാണെന്ന് അവർക്ക് അറിയത്തില്ല. എന്നാൽ യേശുവിനെ അവർ തിരിച്ചറിഞ്ഞതിന് ശേഷം അപ്രത്യക്ഷനായല്ലോ. അവരുടെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിരിക്കുമ്പോൾ അപ്പെടുത്ത് വാഴ്ത്തുന്ന വേളയിൽ നുറുങ്ങിയ തുളയ്ക്കപ്പെട്ട കാര അവർ കണ്ടു. അവർക്ക് മനസ്സിലായി യേശു അപ്രത്യക്ഷപ്പെട്ടു. ഉടൻ തന്നെ അവർ അവിടെ തിരിച്ച് യെരുശലേമിലേക്ക് പോയല്ലോ. പോകുന്ന വഴിക്ക് അവർ പറഞ്ഞ വാചകം എന്താ? അവൻ വഴിയിൽ വെച്ച് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നില്ലയോ? നാളൊരു അമ്മാമ്മ വായിച്ചു, നമ്മുടെ ഹൃദയം കുത്തിക്കൊണ്ടിരുന്നില്ലയോ? എന്തുമായിട്ട് കത്തിക്കൊണ്ടിരുന്നെന്ന് പറഞ്ഞാലും അത് ചിലപ്പം വചനം കേൾക്കുമ്പോൾ കുത്തുകൊള്ളുമല്ലോ. അമ്മാമ്മ വായിച്ചത് വഴിയിൽ അവൻ വചനം സംസാരിച്ചു വന്നപ്പോൾ നമ്മളെ കുത്തിക്കൊണ്ടിരുന്നില്ലോ എന്നാ പറഞ്ഞത്. വചനം ചിലപ്പോൾ നമ്മളെ കുത്തിക്കൊണ്ടിരിക്കും, ഒന്നും തെറ്റല്ല. നമ്മുടെ ഉപയോഗിച്ചിരിക്കും അത് കത്തിക്കൊണ്ടിരുന്ന. അപ്പൊ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ, അത് അനുഭവിക്കുമ്പോൾ, അത് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിനൊരു കത്തൽ ഉണ്ടാകും. ജീവന്റെ വചനം നമുക്ക് സാത്താൻ യേശുവിന്റെ പരീക്ഷിക്കാൻ വന്നപ്പോൾ യേശു എങ്ങനെയായി എതിർത്തത്? 3 നിലയിലുള്ള പരീക്ഷയുണ്ട്: ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. 1 യോഹന്നാൻ 2:16 സാത്താന്റെ ഈ ആയുധം കാണാൻ കഴിയുന്നത്. ഞാൻ വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വിടും. വായിക്കേണ്ട വാക്യങ്ങൾ ഞാൻ എഴുതി അയച്ചിട്ടുണ്ട്. ഒരു ചെറിയ വിശദീകരണം, 5 മിനിറ്റ്. 1 യോഹന്നാൻ 2:16 സാത്താന്റെ ആയുധങ്ങൾ കാണുന്നത്: ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. 1 യോഹന്നാൻ 2:16. ഈ ആയുധം വെച്ചാണ് സാത്താൻ നമ്മളെല്ലാം പരീക്ഷിക്കാൻ വരുന്നത്. സാത്താന്റെ ഏത് പരീക്ഷ നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ഏത് പരീക്ഷകൾ എടുത്തു നോക്കിയാലും
സാത്താൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ 3 ആയുധങ്ങളിൽ ഏതെങ്കിലും ഒന്നാം ആദാമിനെ പരീക്ഷിക്കാൻ വന്നത് ഇതേ ആയുധം കൊണ്ടാണ്. ആ വൃക്ഷത്തിന്റെ ഫലം തിന്മാൻ നല്ലത്, ജഡമോഹം; കാൺമാൻ ഭംഗിയുള്ളത്, കന്മോഹം; ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം, ജീവനത്തിന്റെ പ്രതാപം. അതാണ് ഒന്നാം. നിങ്ങൾ ആ വാക്യം വായിച്ചു നോക്കുമ്പോൾ അറിയാം. ഉൽപ്പത്തി 3:5. ആ വൃക്ഷത്തിന്റെ ഫലം തിന്മാൻ നല്ലത്, ജഡമോഹം, ജഡത്തിന്റെ ആവശ്യം; കാൺമാൻ ഭംഗിയുള്ളത്, കന്മോഹം; ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം, ജീവനത്തിന്റെ പ്രതാപം. ഒന്നാം ആദാമ് അതിൽ പരാജയപ്പെട്ടു പോയി. ഒടുക്കത്തെ ആദാമിന്റെ അരിക്കലും ഇതേ കാര്യം കൊണ്ടാണ് വന്നത്, ഇതേ ആയുധമായിട്ടാണ് വന്നത്. ഒരു 3-4 മിനിറ്റോട് ഞാനത് പറഞ്ഞ് മനസ്സിലാക്കാം. വചനത്തിന്റെ പ്രാധാന്യമാണ്. നിങ്ങൾ വചനത്തെ നിസ്സാരമായി എണ്ണരുത് കേട്ടോ. നമുക്ക് പ്രവചനം ആവശ്യമാണ്. പ്രവചനം കൃപാവരങ്ങളിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കണം, ദൈവത്തിന്റെ വചനം നമ്മൾ ഗ്രഹിക്കണം. അല്ലെങ്കിൽ സാത്താൻ കൊടുക്കുന്ന പരീക്ഷ നമ്മൾ പരാജയപ്പെട്ടു. യേശു ഉപയോഗിച്ചത് ദൈവത്തിന്റെ വചനമാണ് സാത്താനെ പരാജയപ്പെടുത്താൻ ഉപയോഗിച്ചത്. യേശുവിന്റെ അരിക്കൽ കടന്നു വന്നപ്പോൾ യേശു 40 ദിവസം ഉപവാസം കഴിഞ്ഞ് വിശന്നു. ആ സമയം നോക്കിയാണ് സാത്താൻ കടന്നു വന്നത്. പറഞ്ഞു, നിനക്ക് വിശക്കുന്നല്ലോ, ജഡത്തിന്റെ ആവശ്യം, ജഡമോഹം കേട്ടോ. ജഡത്തിന്റെ ഒരു ആവശ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ ബൈബിൾ ക്ലാസ് ഒക്കെ ഇരിക്കുമ്പോൾ സാത്താൻ പെട്ടെന്ന് കയറി പരീക്ഷിക്കുന്നില്ല. എന്നാൽ ഇതെല്ലാം അനുഭവിച്ചങ്ങോട്ട് കഴിയുമ്പോഴാണ് സാത്താൻ പരീക്ഷയെ കൊണ്ട് വരുന്നത്. ഒരു ബലഹീന വശം കാണുമ്പോൾ ഉടനെ സാത്താൻ കയറി പ്രവർത്തിക്കും. യേശു ഉപവസിച്ചോണ്ടിരുന്നപ്പോൾ സാത്താൻ വന്നില്ല. ഉപവാസം അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ സാത്താൻ വന്നു. എന്തൊരു അനുതാപത്തോടെ വരുന്നത്. നിനക്ക് വിശക്കുന്നല്ലോ, തന്റെ ഭർത്താവ്. ഇതുപോലെ ആരാ ചോദിക്കുന്നത്? നിനക്ക് വിശക്കുന്നല്ലോ. ഒരു കല്ലും എടുത്തോണ്ടാ വരുന്നത്. ഈ കല്ല്, നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ ഈ കല്ല് അപ്പമാകാൻ കൽപ്പിക്കാ. പ്രശ്നമോ മക്കളെ, സാത്താൻ കൊടുക്കുന്ന സംശയം കണ്ടോ? ജീവൻ നൽകുന്ന ദൈവത്തിന്റെ വചനമായ കർത്താവായ യേശു ക്രിസ്തു. യേശുവിന്റെ അരിക്കെന്ന് പറയാണ്, നിനക്ക് വിശക്കുന്നല്ലോ, ഈ കല്ല് അപ്പമാകാൻ കൽപ്പിക്കാം. കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ കല്ല് അപ്പമാകും. കല്ല് നീ അപ്പമാകാൻ പറയുകയായിരുന്നെങ്കിൽ ഭൂമിയിലുള്ള കല്ലെല്ലാം അങ്ങ് അപ്പമായി പോയെങ്കിൽ നമ്മുടെ ബിൽഡിംഗ് പണികൾ നടക്കുമോ? സാത്താൻ ഇപ്പോൾ പരീക്ഷ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ കല്ല് അപ്പമാകാൻ കൽപ്പിക്കാം. സംശയം കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ഉപവാസത്തെ കഴിയുമ്പോഴേ ഈ അല്പം വിശപ്പൊക്കെ വരുമ്പം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, ആ സമയത്താണ് സാത്താൻ സംശയം കൊണ്ടുവരുന്നത്. നീ ദൈവത്തിന്റെ പൈതലല്ലേ, നിനക്കെന്താ ഇങ്ങനെ വരുന്നത്? ഈ സംശയം കൊണ്ട് വരും. ഇങ്ങനെ ഓരോ സംശയങ്ങൾ നമ്മൾ ഇട്ടുകൊണ്ട് വരും. എന്നാൽ യേശു ഞാൻ ദൈവത്തിന്റെ പുത്രനാണെന്നും പറഞ്ഞില്ല. യേശു ദൈവത്തിന്റെ പുത്രനാണ്. യേശുവിന് 4 അവകാശ പേരുകളുള്ള ഒരു പേരാണ് ദൈവത്തിന്റെ പുത്രൻ. അവൻ അബ്രഹാമിന്റെ പുത്രൻ, ദാവീദിന്റെ പുത്രൻ, മനുഷ്യപുത്രൻ, ദൈവപുത്രൻ. അവൻ അബ്രഹാമിന്റെ പുത്രൻ എന്നുള്ള നിലയിൽ നിങ്ങൾ സുവിശേഷങ്ങൾ വായിച്ചാൽ ഈ 4 പേരുകൾ എപ്പോഴും യേശുവിനെ കുറിച്ച് കാണുന്നുണ്ട്. അബ്രഹാമിന്റെ പുത്രൻ, ദാവീദിന്റെ പുത്രൻ, മനുഷ്യപുത്രൻ, ദൈവപുത്രൻ. അവൻ അബ്രഹാമിന്റെ പുത്രൻ എന്നുള്ള നിലയിൽ ഫലസ്തീൻ നാടിന് അവകാശിയാണ്. ദാവീദിന്റെ പുത്രൻ എന്നുള്ള നിലയിൽ ദാവീദിന്റെ സിംഹാസനത്തിന് അവകാശിയാണ്. മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ ആദാമ്യ ഗോളത്തിന് അവകാശിയാണ്. ദൈവത്തിന്റെ പുത്രൻ എന്ന നിലയിൽ സ്വർഗങ്ങൾക്ക് അവകാശിയാണ്. ഇപ്പോൾ കർത്താവ് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള ആ പേരെടുത്തോടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ നമ്മൾക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ സംശയം കൊണ്ടിരുന്നത്. ആ വർത്തമാനത്തിൽ, സാത്താന്റെ വർത്തമാനത്തില് സംശയാർത്ഥവുമുണ്ട്, നിശ്ചയാർത്ഥവുമുണ്ട്. നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ, നമ്മൾ ചിലപ്പോൾ പറയല്ലേ, നീ ചുണയുള്ള അപ്പന്റെ മകനാണെങ്കിൽ എന്നൊക്കെ പറയാറില്ലേ, എന്ന് പറഞ്ഞ പോലാണ് സാത്താൻ ഉപയോഗിച്ചിരിക്കുന്നത്. നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ ഈ കല്ലപ്പമാകാൻ കൽപ്പിക്കാം. യേശു എന്താ പറഞ്ഞത്? ആവർത്തന പുസ്തകം 8-ാം അധ്യായം ഈ 3-ാമത്തെ വാക്യം എടുത്ത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്നെഴുതിയിരിക്കുന്നല്ലോ. നിങ്ങൾ മനസ്സിലാക്കണം, എഴുതപ്പെട്ട വചനം വെച്ചാണ് എതിർത്തത്. ദൈവത്തിന്റെ വചനം ജീവൻ നൽകുന്നതാണ്. ആ വർത്തമാനം കേട്ട് കഴിഞ്ഞ ഉടനെ, ആ മറുപടി കേട്ട ഉടനെ സാത്താൻ നിർത്തി. പിന്നെ ആ അടുത്ത പരീക്ഷയിലേക്കാണ് പോകുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായവും ഇത് കണ്ട് ചേർത്ത് നിങ്ങൾ പിന്നീട് വായിക്കണേ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 1 യോഹന്നാൻ 2:16 ക്രമം അനുസരിച്ചാണ് അവിടുത്തെ പരീക്ഷ ഇരിക്കുന്നത്. 1-ാമത് ജഡമോഹം, കല്ലപ്പമാകാൻ കൽപ്പിക്കുക. 2-ാമത് കന്മോഹം, ലോകരാജ്യം അതിന്റെ സർവ്വമഹത്വം കാണിച്ചു, കന്മോഹം. അതാണ് 2-ാമത്തെ പരീക്ഷയായിട്ട് ലൂക്കോസ് എത്തിക്കുന്നത്. 3-ാമത്തെ പരീക്ഷയാണ് ദേവാലയ ഗോപുരത്തിന്റെ അഗ്രത്ത് കൊണ്ട് കയറ്റിയിരുത്തിയത്, കീഴോട്ട് ചാടാൻ പറഞ്ഞത്.
1 യോഹന്നാൻ 2:16 ക്രമം അനുസരിച്ചാണ് ലൂക്കോസ് എഴുതിയത്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. എന്നാൽ മത്തായി സുവിശേഷം മത്തായി എഴുതിയപ്പോൾ തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഒന്നാമത് ജഡമോഹമാകുന്ന ആയുധം, രണ്ടാമത് ദേവാലയ ഗോപുരത്തിന്റെ അഗ്രത്തിൽ കൊണ്ട് കയറ്റി നിർത്തി. എന്ന് പറഞ്ഞാൽ സാത്താന്റെ ഈ 3 ആയുധങ്ങൾ തിരിച്ചും മറിച്ചും ഉപയോഗിക്കുന്നുള്ളതാണ് മത്തായി തെളിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ചിലപ്പം ജീവനത്തിന്റെ പ്രതാപമാകുന്ന പരിശോധനയായിരിക്കാം സാത്താൻ കൊണ്ടുവരുന്നത് പരീക്ഷ. തിരിച്ചും മറിച്ചും ഈ ആയുധങ്ങൾ സാത്താൻ ഉപയോഗിച്ച് നമ്മളെ തകർക്കാൻ തക്കണം നോക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കണം. നോക്കണമേ, സാത്താൻ യേശുവിനെ ദേവാലയ ഗോപുരത്തിന്റെ അഗ്രത്ത് കൊണ്ട് കയറ്റി നിർത്തി. എന്നിട്ട് പറയാ 91 സങ്കീർത്തനം എടുത്ത് അതിൽ നിന്നൊരു വാക്യം സാത്താൻ ഇപ്പം കൊണ്ടുവന്നു. യേശു വാക്യം തപ്പുന്ന കണ്ടപ്പം വാക്യം എടുത്ത് പറഞ്ഞപ്പം സാത്താനും വാക്യം എടുത്തു. ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന നമ്മളെക്കാളിലൊക്കെ സാത്താൻ വാക്യങ്ങൾ അറിയാം കേട്ടോ. സാത്താൻ ദൈവത്തെ യാക്കോബ് പറയുന്നു ദൈവത്തെക്കുറിച്ച് ദൈവം ഉണ്ടെന്ന് പുള്ളിക്കറിയാം. ആർക്ക്? സാത്താൻ. യാക്കോബ് പറയാണ്. അത് കേൾക്കുമ്പോൾ അവൻ വിറയ്ക്കുകയും ചെയ്യുന്ന പ്രശ്നമോ. അപ്പൊ സാത്താന് ദൈവം ഉണ്ടെന്നും അറിയാം, ദൈവത്തെക്കുറിച്ച് കേൾക്കും വിറയ്ക്കുകയും ചെയ്യും. ഈ വചനത്തിനും അവൻ വിറയ്ക്കും, കാരണം ദൈവത്തിന്റെ വചനമല്ല. ദേവാലയ ഗോപുരത്തിന്റെ അഗ്രത്തോണ്ട് കേട്ടിട്ട് പറയാ 91 സങ്കീർത്തനം എടുത്ത് പറയാ, നീ കീഴോട്ട് ചാട്, നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിക്കും എന്നെഴുതിയിരിക്കുന്നല്ലോ. നോക്കണമേ, യേശു പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്നെഴുതിയിരിക്കുന്നല്ലോ. ഇപ്പൊ സാത്താനും പറയാ എന്നെഴുതിയിരിക്കുന്നല്ലോ. സാത്താന്റെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാ നമ്മുടെ വിശ്വാസികൾ പലരും പരാജയപ്പെട്ടു പോകുന്നത്. ഇപ്പൊ ഒരു വാക്യം എടുത്തോണ്ടാ വന്നിരിക്കുന്നത്. എന്തുവാ? നീ കീഴോട്ട് ചാട്. 91 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് ശരിയല്ലേ? നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചോളും എന്നെഴുതിയിരിക്കുന്നല്ലോ. നമ്മൾ വല്ല ആരെങ്കിലും എടുത്തൊരു ആട്ടോ ചാടിയന് നാടുപടിച്ചോടെ കിടന്നേന്. എന്നാൽ ദൈവത്തിന്റെ പൈതലേ, സാത്താൻ സത്യത്തിന്റെ ഒരു വശമേ പറയത്തുള്ളൂ, അർത്ഥസത്യമേ പറയത്തുള്ളൂ. അതിന്റെ ഒരു മറുവശം കൂടെ ഉണ്ടെന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം. ഈ മുമ്പൊരിക്കലെ ഒരു കുരങ്ങ് ഇടയ്ക്ക് ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു പോകുന്ന ഒരു കൂട്ടത്തിലെ കേട്ടോ. എൻ്റെ ക്ലാസ്സിലൊക്കെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ചെറുതായിട്ടേ ചിരിക്കാം, ഒരുപാട് ചിരിക്കരുത്. ഈ ഒരു കുരങ്ങ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോ ഈ മത്സ്യം പിടിക്കുന്ന ആൾക്കാര് വന്നേ, മത്സ്യം പിടിക്കാൻ വലയം കൊണ്ട് വന്ന് നെറ്റ് കൊണ്ടേ വന്ന് വലയം അങ്ങോട്ട് വീശിപ്പോണ്ടല്ലോ അതിൻ്റെ അകത്ത് മീൻ കയറുന്നു, വലിച്ചിടുന്നു, കരക്കിടുന്നു. കുരങ്ങ് മരത്തിന്റെ മുകളിൽ നിന്നെല്ലാം കണ്ട് പുള്ളിക്ക് ഒരു രസമായിട്ട് തോന്നി. മീൻപിടുത്തക്കാർ ഉച്ചയായപ്പോണ്ടല്ലോ ഈ വല അവിടെ വെച്ചിട്ട് അവര് ഉണ്ണാൻ പോയപ്പം ഈ കുരങ്ങുണ്ടല്ലോ മരത്തിന്റെ മുകളിൽ ഇറങ്ങി വന്നിട്ട് ഈ വല എടുത്തിട്ട് പുള്ളി ഒരു വീശു. പുള്ളി വലക്കകത്തായി. ഇത് വലയിൽ ഇറങ്ങാൻ നോക്കിയിട്ട് യാതൊരു രക്ഷയില്ല. മീൻപിടുത്തക്കാർ തിരിച്ചു വന്നപ്പോ ഒരുത്തം വലക്കകത്ത് ഇറക്കുന്നു. അന്നേരം ആ മീൻപിടുത്തക്കാര് കുരങ്ങനെ ഒന്നുമില്ല, തലക്കിട്ട് 2 അടി അടിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഇതിന്റെ വല്ല ആവശ്യമുള്ളൂ, നിനക്ക് ഇരിക്കേണ്ടത് ഇരുന്നാ പോരെ, ഇത് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പരിപാടിയാണോ? ഇതുപോലെ നമ്മുടെ ചില ആൾക്കാരുണ്ടല്ലോ, ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നവരാരും ഒന്നും അല്ല കേട്ടോ, നിങ്ങളൊക്കെ നല്ല ശ്രേഷ്ഠന്മാരാ. ചിലരുണ്ടല്ലോ ആവശ്യമില്ലാതെ ദൈവദാസന്മാർ അധികാരത്തോടെ ചെയ്യേണ്ട ശുശ്രൂഷ ഈ നെറ്റെടുത്ത് അവരൊരു വീശങ്ങ് വീശു. അവരതിൻ്റെ അകത്ത് കിടന്ന് കറങ്ങി അടിക്കുന്നല്ലാതെ ഇറങ്ങിപ്പോരാനൊക്കത്തില്ല. നമ്മളെ ഏൽപ്പിച്ച കാര്യമേ നമ്മൾ ചെയ്യാവുള്ളൂ എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. കുരങ്ങനെ 2 അടിയൊക്കെ അടിച്ചിട്ട് അവനെ അതിൽ നിന്ന് ഇറക്കി വിട്ടു. അവൻ ആ മരത്തെ ഇരുന്നാൽ പോരായിരുന്നു, വല്ല ആവശ്യമുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ, ഈ സാത്താൻ എന്ന് പറയാ, നീ കീഴോട്ട് ചാട്, വാക്യസംഖ്യ, നിന്റെ കാല് കല്ല് തട്ടിപ്പോയിരിക്കേണ്ടതിന് അവർ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും എന്നെഴുതിയിരിക്കുന്നല്ലോ. യേശു എന്താ മറുപടി എടുത്തത്? നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നല്ലോ. ആ എന്നും കൂടെ എന്നുള്ള പദം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നും കൂടെ എഴുതിയിരിക്കുന്നല്ലോ. ദൈവത്തിന്റെ വചനത്തിന് പ്രാധാന്യമുണ്ട്. സാത്താൻ സത്യത്തിന്റെ ഒരു വശം പറയുമ്പോൾ അതിന്റെ മറുവശം കൊടുക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനാ ദൈവവചനം ഇരുന്ന് പഠിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകമായി ആവശ്യപ്പെടുന്നത്. എന്നും കൂടെ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ സാത്താൻ പോയി. പിന്നെ സാത്താൻ ബൈബിൾ എടുത്തില്ല. അങ്ങനെയാണെങ്കിൽ യേശു എന്താ ചെയ്തത്? 3ാമത് സാത്താൻ പരാജയപ്പെട്ടു. 3ാമത് യേശുവിനെ ഒരു മലയുടെ മുകളിൽ കയറ്റിയെടുത്തിട്ട് ലോകരാജ്യവും അതിന്റെ സർവ്വമഹത്വം കാണിച്ചു. ഓസ്ട്രേലിയ, ഗൾഫ് രാജ്യങ്ങള്, അമേരിക്ക, ഇതെല്ലാം അങ്ങോട്ട് കാണിച്ചു. അതിന്റെ സർവ്വമഹത്വവും യേശുവിനെ കാണിച്ചു. എന്നിട്ട് പറയാണ്, ഈ കാണുന്ന എല്ലാം എന്റേതാ, വീണ് എന്നെ ഒന്ന് നമസ്കരിക്കാമെങ്കിൽ
ഇതെല്ലാം നിനക്ക് തന്നേക്കും. നോക്കണമേ, സാത്താന്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ ആരാധന തട്ടിപ്പറിക്കുക എന്നുള്ളതാണ്. സാത്താന്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് ഈ ബൈബിൾ ക്ലാസ്സിന് ഇരുത്താതിരിക്കുക എന്നുള്ളതാണ്. സാത്താന്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് ഈ ബൈബിൾ ക്ലാസ്സിന് വന്ന അലക്ഷ്യത കാണിക്കാൻ തക്കണം നമ്മളെ ഉത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കതറിയാമോ? എന്നിട്ട് സാത്താന്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ ആരാധന തട്ടിപ്പറിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് സാത്താന്റെ ഓരോ പണി. ഇപ്പം യേശുവിന്റെ ആയിരിക്കും എന്ന് പറയാ, ഈ കാണുന്നതെല്ലാം എന്റേതാ, ഇതെല്ലാം ഞാൻ നിനക്ക് എന്നേക്കാം, വീണ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മാത്രം മതി. നോക്കണമേ, സാത്താൻ ഉദ്ദേശിക്കുന്ന ഉദ്ദേശം. ഞാൻ ബോംബെയിലായിരുന്നപ്പോൾ ഒരു സഹോദരൻ, ആ സഹോദരൻ ഇന്ന് എനിക്ക് ഓർക്കുന്നുണ്ട്, അദ്ദേഹം ഗൾഫിൽ കടന്നുപോയി. ഗൾഫിൽ കടന്നു പോയപ്പോൾ അളിയൻ എഴുതി, അളിയാ, അളിയാന്നുള്ള വിളി കേൾക്കുമ്പോൾ ഒരു സുഖമില്ലേ, അളിയാ, എത്രയും വേഗം ഇവിടെ കൊണ്ടുവരാൻ പറ്റും, പക്ഷെ ഒറ്റ കാര്യം ചെയ്താൽ മുസ്ലിമിന്റെ പേര് വെച്ചൊരു പാസ്പോർട്ട് എടുക്കണം. അന്നൊക്കെ നടക്കുമായിരുന്നു, ഇന്ന് നടക്കത്തില്ല. മുസ്ലിമിന്റെ പേര് വെച്ചൊരു പാസ്പോർട്ട് എടുക്കാമെങ്കിൽ, അബ്ദുള്ള എന്നൊരു പേര് വെച്ച് എടുക്കാമെങ്കിൽ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന ജോലി കിട്ടുന്നു. അപ്പൊ എന്റെ എനിക്ക് വന്നേ, കത്തോലിക്ക് ഞാൻ സ്ഥാനപ്പെടുത്തുക ഈ വ്യക്തി. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ എന്റെ അളിയൻ എഴുതിക്കുന്നു. ഈ എഴുതിയ അളിയനുണ്ടല്ലോ വലിയ അന്യഭാഷയുള്ള ആളാ, വലിയ കൃപാകരമാണ്, ഇരിക്കുന്ന റബ്ബർ പന്ത് പോലെ ആടുന്ന ആളാ. എന്റെ എനിക്ക് വന്നപ്പോൾ പറഞ്ഞു, പുള്ളിക്ക് ഇത് ചെയ്യാൻ ആഗ്രഹമില്ല, കത്തോലിക്കൽ വന്നതാ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഗൾഫിൽ പോയില്ലെങ്കിലും വിടില്ല, പോകാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് വേണ്ട, എനിക്ക് തന്നിരിക്കുന്ന, എനിക്ക് ലഭിച്ചിരിക്കുന്ന എന്റെ ക്രിസ്ത്യൻ പേര് വെച്ച് അത് മാറ്റിയെടുത്ത് തലപറ്റി മാറ്റി അബ്ദുള്ള എന്നുള്ള പേര് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെയുള്ള പരീക്ഷകൾ കടന്നു വരും ബ്രോ. എന്നെ ഒന്നും നമസ്കരിക്കാമെങ്കിൽ സാത്താൻ ഒരു കാര്യം മനസ്സിലായി, യേശു എന്തിനാ വന്നെന്ന് മനസ്സിലായി. യേശു വന്നത് മാനവജാതിയെ രക്ഷിക്കാനും അതേ സാത്താന്റെ അധീനയിൽ കിടക്കുന്ന ഈ ഭൂലോകത്തെ വീണ്ടെടുക്കുവാനുമാണ് യേശു വന്നതെന്നും അതിന് ക്രൂശിൽ മരിക്കാൻ പോവുകയാണെന്നും സാത്താൻ മനസ്സിലായി. അപ്പൊ സാത്താൻ കൊടുന്ന ആശയം എന്ന് അറിയാമോ? ക്രൂശ് മരണമൊന്നും എടുക്കണ്ടെന്നേ, പിന്നെ അടിയൊന്നും കൊള്ളണ്ടെന്നേ, മുൾക്കിരീടം വെക്കണ്ടെന്നേ, ഒറ്റ കാര്യം ചെയ്താൽ മതി, വീണ് എന്നെ ഒന്ന് നമസ്കരിക്കാമെങ്കിൽ. സാത്താൻ അതോടെ തീർന്നില്ലേ, കുറുക്കുവഴി കഥയാ, കുറുക്കുവഴി. വീണ് എന്നെ ഒന്ന് നമസ്കരിക്കാമെങ്കിൽ രണ്ടാമത് ഉപയോഗിച്ച ആയുധം കീഴോട്ട് ചാടുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞില്ല, എളുപ്പത്തിൽ ഫേമസ് ആകാൻ തക്കൊണ്ട് വഴി പറഞ്ഞു കൊടുക്കായിരുന്നു ജീവനത്തിന്റെ പ്രതാപം. കുറുക്ക് വഴിയിൽ ഫേമസ് ആകാൻ ഇന്ന് പതിവ് ആനേരം ചെയ്യുന്നില്ലേ, പെട്ടെന്ന് ഫേമസ് ആകാൻ തക്കോണം ജീവനത്തിന്റെ പ്രതാപം. ആ ഫേമസ് ആകാൻ വേണ്ടി കുറുക്ക് വഴി ഉപയോഗിക്കുന്ന ആൾക്കാരില്ലേ? ദൈവമക്കളെ, കർത്താവ് തരുന്ന ഉയർച്ച മതി, കർത്താവ് തരുന്ന കീർത്തി മതി. മാർത്തയുടെയും മറിയുടെയും ഗ്രാമമായ ബഥാനിയ എന്നാ പറയുന്നത്, ഒരു ചെറിയ ഗ്രാമം. കർത്താവിനെ കൈക്കൊണ്ടതിനാൽ ആ ഗ്രാമത്തെ അറിയുന്നത് മാർത്തയുടെയും മറിയുടെയും ഗ്രാമമായ ബഥാനിയ. ആ പേരിലെ നമ്മൾ അതിനെ അറിയത്തുള്ളൂ. മൂന്നാമത്തെ പരീക്ഷ എന്ന് പറയുന്നത് ലോകരാജ്യവും അതിന് സർവ്വമഹത്വം കാണിച്ചു. കന്മോകം, കന്മോകം സാത്താൻ തിരിച്ചും മറിച്ച് ഉപയോഗിക്കുകയാണ്. വീണ് എന്നെ ഒന്ന് നമസ്കരിക്കാമെങ്കിൽ, സഹിക്കുന്നുവെങ്കിൽ കൂടെ പാടാം. ദൈവത്തിന്റെ പൈതലെ, ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷകളൊക്കെ സഹിക്കാമെങ്കിൽ നമുക്ക് കർത്താവിന്റെ കൂടെ വാഴാം. യേശു പറഞ്ഞ വാചകം എന്നറിയാമോ? ദൈവത്തിന്റെ വചനമാണ് പറഞ്ഞത്, സാത്താനെ എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നെഴുതിയിരിക്കുന്നല്ലോ. നിങ്ങൾ ആ വാക്ക് പ്രത്യേകം പഠിക്കണം കേട്ടോ. യേശു ആദ്യം മുതൽ അവസാനം വരെ ഉപയോഗിച്ച ആയുധം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ജഡമോഹം, തന്മോഹം, ജീവനത്തിന്റെ പ്രതാപം. ഈ മൂന്ന് ആയുധങ്ങളുമായി നമ്മളെ പരീക്ഷിക്കാൻ വരുമ്പോൾ നമ്മൾ അവനോട് എതിർക്കേണ്ടത് ദൈവത്തിന്റെ വചനം വെച്ചാണ്. യേശു അതിന്റെ ഒരു മാതൃക കാണിച്ചു. ആദ്യം മുതൽ അവസാനം വരെയും യേശു ഉപയോഗിച്ച വാചകം മൂന്നാമതാണ് പറഞ്ഞത്, എന്നെ വിട്ടു പോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നെഴുതിയിരിക്കുന്നല്ലോ. സാത്താൻ വിട്ടുപോയി. ലൂക്കോസ് എന്നിരിക്കുന്നത് കുറെ കാലത്തേക്ക് വിട്ടുമാറിയെന്ന. സാത്താൻ പരാജയപ്പെട്ട് കഴിയുമ്പോൾ കുറെ കാലത്തേക്ക് വിട്ടുമാറും, പിന്നെ അവന് നാണമില്ലാത്തവണ്ണ പിന്നെയും വരും. അതുകൊണ്ട് ദൈവമക്കൾ നിർമ്മതരായിരിക്കും, ഉണർന്നിരിക്കും. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്നറിയാതെ ചുറ്റിത്തിരിഞ്ഞിറക്കുന്നു. ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്. ദൈവത്തെ സ്തുതിക്കുമ്പോൾ പാട്ട് കേട്ടല്ലോ, മീനു ഫ്രണ്ട്സിന്റെ ആ ഒന്നുമില്ലായ്മ നമ്മളെ ഉയർത്തിയ ആ ദൈവത്തെ കുറിച്ച് നമ്മൾ കേട്ടല്ലോ. അനുഗ്രഹിക്കപ്പെട്ടൊരു പാട്ടുകാരിയാണ്. ഓർത്തഡോക്സ് സഭയിൽ നിന്ന് കടന്നു വന്ന ഒരു ജോർജ് മാത്യു പുതുപ്പള്ളിക്കാരനാണ്, ഞാനും പുതുപ്പള്ളിക്കാരനാണ്. അവിടുന്ന് രക്ഷിക്കപ്പെട്ട് വന്ന
കർത്താവിന്റെ ശ്രേഷ്ഠദാസനാണ് ജോർജ് മാത്യു പുതുപ്പള്ളി, അല്ലെങ്കിൽ പുതുപ്പള്ളി അച്ഛൻ. അദ്ദേഹത്തിന്റെ മകളാണ് ഈ പാട്ട് പാടിയത്. എന്റെ പല സ്റ്റേജുകളിലും എന്നെ സഹായിക്കുന്ന ഒരു സഹോദരിയാണ്. ഇവിടുന്ന് 1000 മൈൽ ദൂരെയാണ് അവർ താമസിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വായിച്ച ഭാഗത്തിലേക്ക് കടന്നു വരാം. ദൈവത്തിന്റെ വചനം ജീവൻ നൽകുന്നു. രണ്ടാമത് സദൃശ്യവാക്യം 30:5 വായിച്ച നമ്മള്, ദൈവത്തിന്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച തന്നെ. ദൈവത്തിന്റെ വചനം ശുദ്ധി ചെയ്ത, എന്നിട്ട് അർത്ഥവാചക, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിചയ. നോക്കണമേ, ഈ ദൈവത്തിന്റെ വചനം ശുദ്ധി ചെയ്ത, ഇതിന്റെ അകത്ത് ഒരു കളങ്കവുമില്ല. ദൈവത്തിന്റെ വചനം നിലനിൽക്കുന്നതാണ്. അതിനോട് കൂട്ടു ചേർക്കാൻ കൊണ്ട് ദൈവം സമ്മതിക്കത്തില്ല. ദൈവത്തിന്റെ വചനം ശുദ്ധി ചെയ്തതാണ്, ശുദ്ധി ചെയ്തതാണ്. എന്നിട്ട് അടുത്ത പറയാണ്, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിചയ. ഈ വചനം നമുക്ക് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എവിടെയും ജയിപ്പാൻ കൊണ്ട് കഴിയും. നമ്മൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. വചനം നമ്മുടെ എസക്കേലിനൊക്കെ വചനം അതേ അവന്റെ വായിൽ പുറത്തു നിന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനമുണ്ടല്ലോ ശുദ്ധി ചെയ്താണ്. ഇതിനെ തെറ്റ് കണ്ടുപിടിക്കാനോ അത് അങ്ങനെയല്ലെന്ന് പറഞ്ഞ് നമ്മളെ അവിശ്വസിപ്പിക്കാൻ നോക്കുന്ന ശത്രുവിന്റെ പോരാട്ടങ്ങളെല്ലാം വിജയിക്കത്തക്ക നിലയിൽ ദൈവം നമ്മളെ വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറക്കി ചില മുത്തുകൾ പെറുക്കിയെടുത്ത് നിലനിൽപ്പാൻ ആവശ്യമുള്ള ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകരേണ്ടതിനായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. 3 യെശയ്യാ 40:8. യെശയ്യാ 40:8. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. ഈ പുല്ലൊക്കെ വാടിപ്പോകും, പൂ വാടിപ്പോകും, എന്നാൽ നിലനിൽക്കുന്ന ഒന്നാണ് എന്ത്? ദൈവത്തിന്റെ വചനം. ദൈവത്തിന് സ്തോത്രം. ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, ദൈവത്തിന്റെ വചനത്തിന് ഒരിക്കലും മാറ്റമില്ല. ഇവിടെ നമ്മൾ വായിക്കുന്ന അവൻ ദൈവത്തിന്റെ വചനവും, ഇതൊരു പ്രവചന ഗ്രന്ഥമാണെങ്കിലും അതിനെക്കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ വചനമാണെന്നാണ്. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, ദൈവത്തിന്റെ വചനമോ എന്നേക്ക് നിലനിൽക്കുന്നു. ഞാൻ ഈ ഉൽപ്പത്തി പുസ്തകത്തെ കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ എന്റെ കമന്ററിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നും ഒരു സ്റ്റുഡന്റാ, ഒരു കുട്ടിയാ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാ. ആ ദൈവത്തിന്റെ വചനം നമ്മൾ ഓരോന്നും പഠിച്ചു വരുമ്പോൾ ഇന്ന് ശാസ്ത്രം പല കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ചൊക്കെ, സൃഷ്ടിപ്പിനെ കുറിച്ചൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരിക്കൽ ദാവീദ് പറഞ്ഞു, നീ എന്നെ ഭയങ്കരവും അതിശയവുമാണെന്ന് സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം പഠിച്ചു വന്നപ്പോഴാണ് ദൈവമായ കർത്താവിന്റെ നമ്മെ സൃഷ്ടിച്ച സൃഷ്ടിയുടെ വിധം നമ്മൾ കേട്ട് കഴിയുമ്പോൾ, ഇന്ന് ഞാൻ വിവരിക്കുന്നില്ല, അത് കേട്ടാൽ എത്ര അതിശയമാമാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം നിലനിൽക്കുന്നു. ഈ ഭൂമിയെ ഒന്നുമില്ലായ്മയിൽ ദൈവം തൂക്കിയിട്ടിരിക്കുന്നു. നമ്മൾ യോബിന്റെ പുസ്തകം 26:7 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കിയിട്ടിരിക്കുന്നു. ഈ ശാസ്ത്രജ്ഞന്മാര് ഈ അടുത്ത കാലത്താണ് ഇതൊക്കെ കണ്ടുപിടിച്ചത്. എന്നാൽ എത്രയോ 3000 വർഷങ്ങൾക്ക് മുമ്പ് ഇയ്യോബിനോട് പറഞ്ഞു, ഭൂമിയെ നാസ്തിത്വം ഒന്നുമില്ലായ്മയിൽ തൂക്കിയിട്ടിരിക്കുന്നു. സൂര്യനും അതിന്റെ മുഴുഗ്രഹങ്ങളും ഒന്നിച്ച് ഒരു സെക്കൻഡിൽ 12 മൈൽ വീതം വടക്കോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് മനസ്സിലാക്കാൻ കൊണ്ട് കഴിയും. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ശാസ്ത്രജ്ഞന്മാർ ഇന്ന് അത് കണ്ടുപിടിക്കുന്നു. എന്നാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ വചനം അത് വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നു. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. എബ്രായ ലേഖനം 4:12 വായിക്കാം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേറു വിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ദൈവത്തിന്റെ വചനം ശക്തിയായി പ്രവർത്തിക്കുന്നു. അത് ചൈതന്യമുള്ളതാണ്. ദൈവത്തിന്റെ വചനം ഒരിടത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ എന്തോ വന്നു? പരിശുദ്ധാത്മാവ് വന്നു. ഈ വചനങ്ങളെ സംസാരിക്കുമ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അത് ഇരുവായ്ത്തലുള്ള വാളാണ്, അത് മൂർച്ചയേറിയതാണ്. ഈ ദൈവത്തിന്റെ വചനം ശക്തിയായി പ്രവർത്തിക്കുന്നു. ഒരു വാക്യം കൊണ്ട് വായിച്ച നമുക്ക് വാക്യം വിടാം. 1 പത്രോസ് 1:23. കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാലും
ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. നമ്മൾ ജനിച്ചത് എങ്ങനെയാ? ജനിച്ചത് വചനമാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചത്. വചനത്തിന്റെ വിത്ത് വീണപ്പോഴാണ് നിക്കോമോസിനോട് പറഞ്ഞു കർത്താവ്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല. വചനമാണ് നമ്മുടെ ഉള്ളിൽ വീണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചത്. വചനത്തെ കുറിച്ച് 5 കൂട്ടം കാര്യം പറഞ്ഞു. 1, അത് ജീവൻ നൽകുന്നു. 2, അത് ശുദ്ധി ചെയ്താകുന്നു. 3, അത് നിലനിൽക്കുന്നു. 4, അത് ശക്തിയായി പ്രവർത്തിക്കുന്നു. 5, വീണ്ടും ജനിപ്പിക്കുന്നു. വീണ്ടും ജനിപ്പിക്കുന്നു. ഇനി അവൻ ദൈവത്തിന്റെ വചനവും, അടുത്തത് യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. താൻ കണ്ടത്, താൻ എന്തെല്ലാം കണ്ടോ അതെല്ലാം സാക്ഷീകരിച്ചു. കണ്ടത്, നമ്മൾ കാണുന്നത് നമ്മൾ സാക്ഷീകരിക്കണം. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ ഈ കണ്ടതിനെ കുറിച്ച് പഠിക്കുമ്പോൾ യെശയ്യാ പ്രവചനം 6-ാം അധ്യായം ഞാൻ പറഞ്ഞു വിടുകയാണ്. യെശയ്യാ പ്രവചനം 6-ന്റെ 1 വായിക്കുമ്പോൾ ഉസ്സിയാ രാജാവ് മരിച്ചാണ്ടിൽ കർത്താവ് പൊങ്ങിയും ഉയർന്നുമുള്ള സിംഹാസനം ഇരിക്കുന്നത് യെശയ്യാവ് കണ്ടു. താനത് കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായ അനുഭവം അറിയാമോ? സാറാപ്പുകൾ 2 കൊണ്ട് പാദം മൂടിയും 2 കൊണ്ട് മുഖം മറച്ചും 2 കൊണ്ട് പറന്നും ഒരുത്തനോട് ഒരുത്തൻ സദൃശൻ സദൃശൻ എന്ന് ആർത്തടിച്ചപ്പോൾ അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടി അടിസ്ഥാനം കുടുങ്ങി. അതേ ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ യെശയ്യാവിന് കുറ്റബോധമുണ്ടായി. താനൊരു കാഴ്ച കണ്ടു, ആരാധന കണ്ടു. ആരാധന കണ്ടു കഴിഞ്ഞപ്പോൾ തനിക്ക് കുറ്റബോധമുണ്ടായി. എന്താണെന്നറിയാമോ? നിങ്ങൾ യെശയ്യാ പ്രവചനം 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ വായിക്കാമെങ്കിൽ അവിടെ യെശയ്യാവ് പ്രവചിക്കുന്ന എങ്ങനെയെന്നറിയാമോ? അവർക്ക് അയ്യോ കഷ്ടം, അവർക്ക് അയ്യോ കഷ്ടം. മറ്റുള്ള കാര്യമാണ്, പുള്ളിയുടെ കാര്യം നോക്കുന്നില്ല. അവർക്ക് അയ്യോ കഷ്ടം. എന്നാൽ യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ യെശയ്യാവിന് ഒരു ദർശനം ഉണ്ടായപ്പോൾ അത് കണ്ടു. ഉസ്സിയാ രാജാവ് മരിച്ചാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനം ഇരിക്കുന്ന കണ്ടു. ആരാധന കണ്ടു. സാറാപ്പുകളുടെ ആരാധന കണ്ടപ്പോൾ യെശയ്യാവ് പറയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ അവർക്ക് അയ്യോ കഷ്ടം, അയ്യോ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആരാധന കണ്ടു കഴിഞ്ഞപ്പോൾ യെശയ്യാവ് പറയാണ്, എനിക്ക് അയ്യോ കഷ്ടം. അപ്പോൾ സാറാപ്പുകൾ ഒരുത്തൻ വന്ന് യാഗപീഠത്തിൽ നിന്ന് കോടിൽ കൊണ്ട് ഒരു തീക്കണ്ണം എടുത്ത് അവന്റെ നാവിന്മേൽ ചുട്ടു, അവന്റെ താഴ്മേൽ തൊട്ടു. അവൻ ശുദ്ധീകരണം പ്രാപിച്ചു. ശുദ്ധീകരണം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം, ഞാൻ ആരെ അയക്കണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? യെശയ്യാവ് പറഞ്ഞ, അടിനെ അയക്കണമേ. നമ്മൾ ദൈവിക ദർശനം പ്രാപിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ദൗത്യം നിറവേറ്റുവാൻ നമുക്ക് വെളിയുണ്ടാകും. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ പൈതലെ നമ്മൾ കാണുന്നവനെ യഥാർത്ഥമായി കാണുക. 2ാമത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം, ഞാൻ വാക്യങ്ങൾ പറഞ്ഞു വിടുകയാണ്, വായിക്കണ്ട. 20-ാം അധ്യായം 27-ഉം 28-ഉം വാക്യം നമ്മൾ വായിക്കുമ്പോൾ തോമസ് യേശുവിനെ കണ്ടു. കണ്ടോ? കണ്ടതൊക്കെ നമ്മൾ സാക്ഷീകരിക്കണം. തോമസ് യേശുവിനെ കണ്ടു. തോമസ് എന്താ പറഞ്ഞത്? ഞാൻ അവന്റെ ആണിപ്പഴുതേറ്റ കരത്തിൽ എന്റെ വിരലിടാതെയും അവന്റെ വിലാപ്പുറത്തെ കൈയിടാതെയും ഞാൻ വിശ്വസിക്കത്തില്ല. എല്ലാരും പറഞ്ഞു യേശു ഉയർത്തെഴുന്നേറ്റു. ഇവൻ പറയും, ഞാനൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുക. ആ തോമസൻ നമ്മളാണെങ്കിൽ അവൻ വിശ്വസിക്കണ്ട, അവന്റെ പാട്ടിന് കോട്ടെന്ന് നമ്മുടെ ആൾക്കാരാണല്ലോ. എന്നാൽ യേശു അവനെ കൈവിട്ടോ? മറ്റുള്ളവർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടു. ഇവനൊറ്റയ്ക്ക് ഇത് വാശി പിടിച്ചോണ്ടിരിക്കുക. ഞാനിത് കാണാതെ വിശ്വസിക്കില്ല. അവനും യേശു പ്രത്യക്ഷപ്പെട്ടു. അവരെല്ലാരും വാതിലടച്ചിരിക്കുമ്പോൾ യേശു അവരുടെ നടുവിലേക്ക് വന്നു. വിളിച്ചത്, തോമസേ, നീ എന്റെ ആണിപ്രദേശ കരത്തിലേക്ക് നിന്റെ വിരലിടുക, നീ എന്റെ വിലാപ്രദന്റെ കരവിടുക. അവന് വിരല് വിടണ്ട, കൈ വിടണ്ട. അവൻ പറഞ്ഞ വാചന അറിയാമോ? എന്റെ കർത്താവും എന്റെ ദൈവമേ. നോക്കണമേ, യേശുവിനെ കണ്ട ഉടനെ അവൻ വിളിക്കുന്ന വിളി, എന്റെ കർത്താവും എന്റെ ദൈവമേ. തോമസ് യേശുവിനെ കണ്ടു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മോശ ഇത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു തീ കത്തുന്ന കാഴ്ചയുണ്ട്. മുൾപ്പടർപ്പ് ആളിക്കത്തുന്നു. പക്ഷെ മുൾപ്പടർപ്പ് വെന്തു പോകുന്നില്ല, ഭയങ്കര തീയ. മോശ അത് കണ്ടു. അപ്പൊ തീ എന്തെന്ന് കാണാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ആ തീജ്വാലയുന്നൊരു ശബ്ദം, മോശേ മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ നിന്റെ കാലിന് ചെരുപ്പ് ഊരിക്കളക. മോശ മുൾപ്പടർപ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടത് അവൻ കണ്ടു. അവൻ കണ്ടു. അവനൊരു ദൗത്യം കൊടുക്കുവാൻ തക്കോടിയായി തീർന്നു.
മിസ്രയീം ജനത്തിന്റെ കഷ്ടത, ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. അവരുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് നിന്നെ നായകനായി അവരെ വിടിവിപ്പാന്റെ കൊണ്ട് ഞാൻ നിന്നെ ആ ദൗത്യം ഏൽപ്പിക്കുകയാണ്. മോശ പറഞ്ഞ തടസ്സമൊന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ ദൈവത്തെ കണ്ടപ്പോൾ അവന്റെ ജീവിതത്തിലുണ്ടായ വ്യത്യാസം എത്ര വലുതായിരുന്നു. ഒരു വലിയ ദൗത്യം അവനെ ഏൽപ്പിച്ചു. മത്തായി സുവിശേഷം 17-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 17:3 ഉയർന്നൊരു മലയുടെ മുകളിൽ പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെയും കയറ്റി. ആ മലയിൽ കയറി കഴിഞ്ഞപ്പോൾ താബോർ മലയിൽ യേശു രൂപാന്തരപ്പെട്ടു കേട്ടോ. വേറൊരു അവസ്ഥയിൽ യേശുവായി. അവൻ രൂപാന്തരപ്പെട്ടു. മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. ഏലിയാവും മോശയും അവിടെ കടന്നു വന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നുള്ള ശബ്ദം കേട്ടു. പത്രോസ് പറഞ്ഞ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും. അത് പറഞ്ഞപ്പം ഏലിയാവും മോശയും താലം വിട്ടു. കാരണം ഇവനോടൊപ്പമാണ് പത്രോസ് താരതമ്യപ്പെടുത്തിയത്. ഒരേ ഫ്ലാറ്റ്, 3 ഫ്ലാറ്റ്, ഒന്ന് യേശുവിനെ, ഒന്ന് പത്രോസിനെ, ഒന്ന് ഏലിയാവിന്. ഇതുപോലെ തൊഴിലും ചെയ്യുന്ന ആൾക്കാരില്ലേ. നാളൊരു അമ്മച്ചി പണ്ടത്തെ കാലത്ത് ഇങ്ങനെ വഴിപാട് നടന്നു പോയപ്പോൾ ഒരു ഗീവറി സഹിതയുടെ ബിംബരിക്കുന്നുണ്ട്. അവിടെയും കൊടുത്തു 10 പൈസ. കുറെ അങ്ങോട്ട് ചെന്നപ്പോ കാളിയുടെ ബിംബരിക്കുന്നുണ്ട്, അവിടെയും കൊടുത്തു 10 പൈസ. കുറെ അങ്ങോട്ട് ചെന്നപ്പം ശ്രീബുദ്ധന്റെ ബിംബരിക്കുന്നുണ്ട്, അവിടെയും കൊടുത്തു 10 പൈസ. കുറച്ചങ്ങോട്ട് ചെന്നപ്പോ പിശാചിന്റെ ഒരു രൂപം കണ്ടു, ഭദ്രകാളി ഇരിക്കുന്നു, അവിടെ കൊണ്ട് 10 പൈസ കൊടുത്തു. അതേ ഒരു അധ്യാപകൻ ചോദിച്ചത്, എന്താ അമ്മച്ചി ഇത് ഇവർക്ക് എല്ലാവർക്കും ഇതുകൊണ്ട് ഇങ്ങനെ കൊടുക്കുന്നത്, എന്താ അതിന്റെ കാര്യം? അന്നേരം അമ്മച്ചി ഓർത്ത് പറഞ്ഞറിയോ, എന്റെ മോനെ പരലോ ചെല്ലുമ്പോ ഇവരാരാണ് നമ്മളെ രക്ഷിക്കുന്ന അറിയാൻ പറ്റില്ല, അതുകൊണ്ട് ആരെയും പിണക്കണ്ട. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. യേശുവിനെ മറ്റുള്ളവര് ദേവന്മാരുമായിട്ട് തുലനം ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ അതുപോലെയാണ് ഇപ്പം പത്രോസ് പറയുകയാണ്, ഞാൻ 3 കൂടുതലുണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് ഏലിയാവിന്, ഒന്ന് മോശയ്ക്ക്. ഏലിയാവ് മോശ അന്നേരം സ്ഥലം വിട്ടു. കാരണം ഇവനൊപ്പം പറയാൻ വേറെ ആരുമില്ല. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, ഇവനെന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി ഉറപ്പിയും. ഏലിയാവിനും മോശയ്ക്കുമല്ല. നമ്മുടെ ദൈവത്തെ തുലനം ചെയ്യാൻ ലോകത്തിൽ ആരെ കൊണ്ട് സാധ്യമല്ല. ശൂലേമിയോട് ചോദിച്ചു, നിന്റെ പ്രിയനെ മറ്റ് പ്രിയന്മാരെക്കാൾ എന്താണ് വിശേഷത? ശൂലേമി പറഞ്ഞു, ഉണ്ടെന്ന് പറഞ്ഞു, എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുള്ളവൻ, 10,000-ൽ ഒരാളെന്നല്ല 10,000 പേർകളിൽ അതിസുന്ദരൻ. നമ്മുടെ കർത്താവ് സകല ദേവന്മാരെക്കാളിലും ശ്രേഷ്ഠനായ കർത്താവാണ്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 26 മുതൽ 31 വരെ വാക്യം വായിക്കുമ്പോൾ അവിടെ പ്രായം ചെന്നൊരു ശിമോനെ കാണാം. കർത്താവായ യേശു ക്രിസ്തുവിനെ കാണാതെ നീ മരിക്കയില്ല. കാരണം യെശയ്യാപ്രവചനം അവൻ ചുരുളായിട്ടിങ്ങനെ പഴയ എഴുതുന്നൊരു വ്യക്തിയായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ എഴുതി വന്നപ്പോൾ യെശയ്യാപ്രവചനത്തിന്റെ ഒരു ഭാഗത്തൊരു വാക്യം കണ്ടു, കന്യ ഗർഭിണിയായ ഒരു മകനെ പ്രസവിച്ചു. അവന് ഇമ്മാനുവേൽ എന്ന പേര് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞ ഒരു വാക്യം കണ്ടു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിച്ചു. പുള്ളി പറയുന്നു എന്ന് പറഞ്ഞാൽ പുരുഷനെ അറിയാതെ അതേ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. പുള്ളി അന്നേരം എഴുത്ത് അവിടെ നിർത്തി. ഇതെനിക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല, അതെങ്ങനെ നടക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ശബ്ദം പറഞ്ഞുണ്ടായി, ശിമോനെ ഇത് കാണാതെ നീ മരിക്കത്തില്ല. അന്ന് മുതൽ അവൻ കാത്തിരിക്കുകയാണ്. പായസി എന്ന് ഒരു വേദപണ്ഡിതൻ പഠിക്കുന്ന ഏകദേശം 500-600 വരെ വയസ്സായെന്ന, അത്ര വൃദ്ധനായെന്ന. കാരണം ഇത് കാണാതെ നീ മരിക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശു ക്രിസ്തു ദേവാലയത്തിൽ വന്നെന്ന് പരിശുദ്ധാത്മാവിടെ നിയോഗം ഉണ്ടായി. ഒറ്റ കുതിപ്പിന് അവിടെ അങ്ങോട്ട് ചെന്നു. കാരണം പരിശുദ്ധാത്മ ശക്തിയല്ലേ. അപ്പോൾ യേശു ക്രിസ്തുവിനെ ജനിച്ച യേശുവുമായിട്ട് യോസേഫും മറിയം ദേവാലയത്തിൽ വന്നിരിക്കുക. അവിടെ അനേക മാതാപിതാക്കൾ ശിശുക്കളായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ശിമോൻ തെറ്റുപറ്റിയില്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ മേലുണ്ടായിരുന്നു. മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ശിശുവിനെ ഇങ്ങോട്ട് വാങ്ങി പറഞ്ഞു മാറ്റും, ഇപ്പോൾ നാഥാ തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ പറഞ്ഞു വിടണമേ. സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയ നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടല്ലോ. എന്റെ കണ്ണ് യേശുവിനെ കണ്ടും മറ്റുള്ളവരോട് ശിമോൻ സാക്ഷിച്ചു. യോസഫിനെയും മറിയയും അനുഗ്രഹിച്ചു. ഈ ശിശുവിനെ കയറി അനുഗ്രഹിച്ചില്ല. ശിശുവിൽ നിന്ന് അനുഗ്രഹം ഇങ്ങോട്ട് വാങ്ങിച്ചു. അനുഗ്രഹം കൊടുക്കാൻ കഴിവുള്ള ശിശുവാണ് എന്ന് ശിമോന് മനസ്സിലായി. ഈ ലോകത്തിന്റെ സൃഷ്ടാവാണ്. കന്യ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, നീ ഇത് കാണാതെ മരിക്കുകയില്ല. യേശുവിനെ കണ്ട ഉടനെ
അത് മറ്റുള്ളവർ പറഞ്ഞു. ഒരു ഹന്നാ പ്രവാചകൻ വന്ന് ഇത് കണ്ട് മറ്റുള്ളവരോട് പ്രസ്താവിച്ചു എന്നാണ് നമുക്കവിടെ കാണുവാൻ കൊണ്ട് കഴിയുന്നത്. അവസാനത്തെ ഒരു വാക്യം കൂടെ, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 56-ാമത്തെ വാക്യം. യോഹന്നാൻ സുവിശേഷം 8:56. യേശുവിനെ ചോദ്യം ചെയ്യാൻ പോയി കുറെ ആൾക്കാർ വന്നു, യഹൂദന്മാരൊക്കെ. അപ്പൊ അവരുമായിട്ട് വാഗ്വാദം നടന്നുകൊണ്ടിരിക്കുക. അവർ ചോദിച്ചു, നീ അബ്രഹാമിന് മുമ്പേ ഉള്ളവനാണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉള്ളവനാ കേട്ടോ. അപ്പൊ അവർ നിനക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ലല്ലോ, നീ എന്താ ഇങ്ങനെ പറയുന്നത്? ഉടനെ യേശു കൊടുത്തൊരു മറുപടി അറിയാമോ? ഞാൻ അബ്രഹാമിന് മുൻപേ ഉള്ളവൻ. അബ്രഹാം എന്റെ ദിവസം കണ്ടു. എന്റെ ദിവസം കണ്ടതുകൊണ്ട് അവൻ ആനന്ദിച്ചു. ഉടനെ അവർ കല്ലെടുത്തെന്നാ വായിക്കുന്നത്. എങ്ങനെയാ അബ്രഹാം എന്റെ ദിവസം കണ്ടത്? മോറിയാമലയിൽ അബ്രഹാമേ അബ്രഹാമേ ബാലിന്റെ പേർ കൈവയ്ക്കരുത് എന്ന് പറഞ്ഞ ഉടനെ കത്ത് താഴെ വീണു. ഒരു കാര്യം എളുപ്പത്തിൽ പറയാൻ വേണ്ടി ദൈവം ഒരു പേര് തന്നെ 2 പ്രാവശ്യം വിളിക്കും. അബ്രഹാമേ അബ്രഹാമേ, മോശെ മോശെ, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. യാക്കോബെ യാക്കോബെ, മിസ്രൈമിലേക്ക് പോകാൻ മടിക്കണ്ട. ശൗമേലെ ശൗമേലെ. നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഒരു പ്രത്യേക കാര്യം അറിയിപ്പാൻ ഒരു പേര് തന്നെ 2 പ്രാവശ്യം വിളിച്ച പല സ്ഥാനങ്ങളുണ്ട്. യോസേപ്പേ യോസേപ്പേ എന്ന് നമ്മൾ വായിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നിട്ട് താല്പര്യം എന്തെന്നറിയാമോ? ഇവിടെ അബ്രഹാമിനെ കുറിച്ച് പറയാണ്. അബ്രഹാം എന്റെ അബ്രഹാമേ അബ്രഹാമേ, ബാലിന്റെ മേൽ കൈവയ്ക്കരുത്. നിന്റെ ഏകജാതനായ മകനെ നീ തരുവാൻ പഠിക്കായകൊണ്ട് നിന്റെ വിശ്വാസം ശരിയാകുന്നു ഞാൻ ഇപ്പോൾ അറിയുന്നു. അബ്രഹാം തിരിഞ്ഞു നോക്കിയെന്നാ വായിക്കുന്നത്. തിരിഞ്ഞു നോക്കിയപ്പോ കൊമ്പ് കാട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരാട്ടുംകെട്ടിനെ കണ്ടു. ആ കാഴ്ചയിൽ കൂടി കാൽവറി മലയിൽ നടക്കുന്ന യാഗം താൻ കണ്ടുവെന്നാണ്. അവൻ എന്റെ ദിവസം കണ്ടു. എന്റെ ദിവസം കണ്ടതുകൊണ്ട് അവൻ ആനന്ദിച്ചു. ദൈവദൃശ്യം. അബ്രഹാം ആ ദിവസം കണ്ടതുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനുമായി അവൻ നോക്കി പാർത്തുകൊണ്ടിരുന്നു. ഇതൊക്കെ കണ്ട ആൾക്കാരുടെ കാര്യങ്ങളാ, അനുഭവിച്ച ആൾക്കാരാ. ഇനി അടുത്തത്, താൻ കണ്ടത് ഒരു കാര്യം തെളിയിക്കാനാണ്. അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഒരു വാക്യം വായിച്ച മോളെ, ലേവ്യ പുസ്തകം 5:1. റോസമ്മ ആരെങ്കിലും വായില്ലേ? ലേവ്യ 5:1. വായിച്ചേ. ഒരുത്തൻ സത്യവാചകം കേട്ടിട്ട് താൻ സാക്ഷിയായി കാണുകയോ അറിയുകയോ ചെയ്തത് അറിയിക്കാതെ അങ്ങനെ പാപം ചെയ്താൽ അവൻ തന്റെ കുറ്റം വഹിക്കണം. ഒരുത്തൻ, ആ വാക്കൊന്നോട് നിർത്തി വെച്ച മോളെ. ഒരുത്തൻ സത്യവാചകം കേട്ടിട്ട് താൻ സാക്ഷിയായി കാണുകയോ അറിയുകയോ ചെയ്തത് അറിയിക്കാതെ അങ്ങനെ പാപം ചെയ്താൽ അവൻ തന്റെ കുറ്റം വഹിക്കണം. ഒരുത്തൻ കണ്ടതുണ്ടല്ലോ, അവൻ സാക്ഷിക്കാതിരുന്നാൽ അവൻ തന്റെ കുറ്റം വഹിക്കണം. ഇവിടെ നമ്മൾ വായിക്കുന്നത് യേശുക്രിസ്തുവിന്റെ സാക്ഷ്യമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. യോഹന്നാൻ കണ്ടതൊക്കെ സാക്ഷീകരിച്ചു. ഇതെല്ലാം കിട്ടിയതിനു ശേഷം യോഹന്നാൻ പോയി കടന്നൊക്കെ ഉറങ്ങുമായിരുന്നെങ്കിലോ. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിന്റെ ഒരു ഗുണം എന്താണെന്നറിയാമോ? അത് ഇപ്പൊ നമ്മളാണെങ്കിൽ ഇത് നിർത്താൻ വേണ്ടി നോക്കി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നിർത്തിയിരുന്നെങ്കിൽ ഒന്ന് പോയി കിടന്ന് ഉറങ്ങായിരുന്നു. ഞാൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എസ് എ പാസ് എന്തോ വിചാരിക്കും. എസ് എ പാസ് ഇതെല്ലാം നോക്കുന്നുണ്ട്, ആരൊക്കെ ഇറങ്ങിപ്പോന്നൊക്കെ അദ്ദേഹം അതാ സമയം നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ കണ്ടേക്കാം, എനിക്കറിയത്തില്ല. അപ്പോ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഈ കണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ സാക്ഷീകരിക്കണം. പോയി കിടന്ന് ഉറങ്ങുക എന്നുള്ളതല്ല, കണ്ടതൊക്കെയും സാക്ഷീകരിക്കണം. നമ്മുടെ മോള് വായിച്ചത് എന്താണെന്നറിയാമോ? ഒരുത്തൻ സത്യവചനം കേട്ടിട്ട് താൻ കണ്ടതൊക്കെ സാക്ഷീകരിക്കാതിരുന്നാൽ അവൻ തന്റെ കുറ്റം വഹിക്കണമെന്നാണ്. സത്യവചനം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനെ സാക്ഷീകരിക്കും. നമുക്ക് അത് ആരെല്ലാം സാക്ഷീകരിച്ചു എന്നുള്ള ഒരു പോയിന്റോട് എടുത്തിട്ട് പ്രവചന വിഷയത്തിലേക്ക് നമുക്ക് കയറാം. ദൈവത്തിന് സ്തോത്രം. ആരെല്ലാം സാക്ഷീകരിച്ചു? സത്യവചനം കേട്ടിട്ട് ആരൊക്കെയാണ് സാക്ഷീകരിച്ചിരിക്കുന്നത്? നമ്മൾ കർത്താവായ യേശു പറഞ്ഞു, അപ്പോസ്തലപ്രവൃത്തി 1:8, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് വായിച്ചില്ലേ? നമ്മൾ ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകും. ഞാൻ ഫ്ലോറിഡയിലായിരുന്നപ്പോഴേ ഒരു നാട്ടിൽ നിന്ന് ഒരു പാർട്ടി വന്നപ്പോഴേ അവിടെയാണ് അറ്റ്ലാന്റ മഹാസമുദ്രത്തിന്റെ അറ്റം. കാരണം ഞാൻ അവരെ കൊണ്ട് കാണിച്ചപ്പോ പുള്ളിക്ക് വലിയ സന്തോഷം. ഭൂമിയുടെ അറ്റത്തോളം വന്ന് സാക്ഷ്യം വഹിക്കാൻ ഇടയായെന്നുള്ള ഒരു സന്തോഷം. അത് ജീവിതത്തിന്റെ ഒരു സന്തോഷമാണ്. ഈ അമേരിക്കയിലൊക്കെ ആദ്യം ഞാനും എന്റെ ജീവിതമൊക്കെ അതുപോലെ ആയിരുന്നു. ആദ്യമൊക്കെ വരുന്ന സമയത്ത് വലിയൊരു ആഗ്രഹമാണ്
ഒരു സ്വപ്നമാണ്. അമേരിക്ക കാണാൻ തക്കോണം ഒരു സ്വപ്ന. അപ്പം അദ്ദേഹം അറ്റ്ലാന്റ സ്വന്തം തീരത്ത് വന്നപ്പോൾ പറയുക, എന്റെ ദൈവം എനിക്ക് ഭൂമിയുടെ അറ്റം വരെ സാക്ഷ്യം പറയാൻ ഇടയാക്കി എന്ന് പറഞ്ഞ ദൈവദാസ് ഇന്ന് മറ്റുപോയി. ഇല്ല, ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ നമ്മൾ വായിക്കുന്നു, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. കർത്താവ് പറഞ്ഞു, ശക്തി ലഭിച്ചിട്ട് യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. ഞാൻ ഒന്നിന്റെ വാക്യങ്ങൾ വേണേ പറഞ്ഞു വിടാം. 3-ാം അധ്യായം അപ്പോസ്തലർ 3:15 ഒരു ദേവാലയ ഗോപുരത്തിന്റെ വാതിക്കിരുന്ന മുടന്ന സൗഖ്യം പ്രാപിച്ചല്ലോ. പത്രോസിനെ യാക്കോബിനെ പിടിച്ചു ജയിലിലൊക്കെ ഇട്ടല്ലോ. ഈ നാമത്തിന് അശേഷം മിണ്ടരുതെന്ന് പറഞ്ഞു. അപ്പോസ്തലർ 3:5. ഞങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ ഒക്കത്തില്ല. നസറേനാകുന്ന യേശുവിനെ നിങ്ങൾ ക്രൂശിച്ചു, അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റു, ഞങ്ങൾ അതിന് സാക്ഷികൾ. ഞങ്ങൾക്ക് എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റൂ? നിങ്ങൾ അപ്പോസ്തലർ 3:15 വായിച്ചു നോക്കെ. ഞങ്ങൾ അതിന്റെ സാക്ഷികൾ. 5-ാം അധ്യായം 32-ാം വാക്യം അപ്പോസ്തലർ 5:32. ഞങ്ങൾ അതിന് സാക്ഷികൾ. ഇത് കണ്ടിട്ട് നമ്മൾ എങ്ങനെ സാക്ഷീകരിക്കാതിരിക്കുന്നെങ്കിൽ മക്കളെ, യോഹന്നാൻ അപ്പോസ്തലൻ ഇത് കണ്ടതിന് ശേഷം ഇതെല്ലാം താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. വയസ്സ് എന്ന് പ്രായം ചെന്ന് വൃദ്ധനായിരിക്കുന്ന സന്ദർഭമാണെന്ന് ഓർക്കണം. താൻ കണ്ടതൊക്കെയും ഇത് കാണിച്ചു കൊടുക്കുമ്പോ തന്നെ തന്റെ തൂണിയെടുത്ത് താൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. വെളിപ്പാട് പുസ്തകം മറ്റുള്ള പുസ്തകങ്ങൾ എഴുതിയ പോലല്ല വെളിപ്പാട് പുസ്തകം. റോമാലേഖനൊക്കെ വേറൊരു വ്യക്തിയെ കൊണ്ട് പൗലോസ് എഴുതിക്കുകയായിരുന്നു. എന്നാൽ യോഹന്നാൻ അപ്പോസ്തലൻ ഇത് കാണിക്കുമ്പോൾ തന്നെ തന്റെ തൂലി എടുത്ത് തന്റെ കയ്യിൽ എഴുതാൻ തക്കെയുള്ള പേപ്പർ ഉണ്ടായിരുന്നു. അന്നത്തെ പേപ്പർ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അന്നേരം തന്നെ അതിൽ എഴുതി. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം വായിച്ചപ്പോഴേ 7 ഇടിനാദം മുഴങ്ങിയപ്പോൾ ദൈവത്തിന്റെ ദൂതൻ എഴുതാൻ യോഹന്നാൻ ഭാവിച്ചെന്ന 7 ഇടിനാദം മുഴങ്ങിയത്. ഉടനെ ദൂതൻ പറഞ്ഞു, അത് എഴുതണ്ട. അപ്പൊ നമ്മൾ നോക്കണമേ, അത് എഴുതാതെ വിട്ടേക്കുക കേട്ടോ. അപ്പം ഇത് കാണുക, അന്നേരം തന്നെ എഴുതുക. എഴുതി ഒരു പുസ്തകമായി AD 96 നമുക്ക് തന്നില്ലായിരുന്നെങ്കിൽ നമുക്കിത് അറിയാൻ പറ്റുമോ? ആ താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചെന്നാണ് വായിക്കുന്നത്. അതുപോലെ തന്നെ അപ്പോസ്തലർ 10:9 നമുക്ക് കാണുവാൻ കഴിയും. എബ്രായലേഖനം 12:1 വായിക്കുന്നത്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകപ്പെട്ടുന്ന പാപവും വിട്ട് നമുക്ക് മുൻപ് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടിടുക. സാക്ഷ്യം എന്നുള്ള പദം വേദപുസ്തകത്തിൽ ആദ്യമായി കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 21:30 സാക്ഷ്യം. ഉൽപ്പത്തി 21:30 വായിച്ച്. ഞാൻ ഈ കിണർ കുഴിച്ച് എന്നതിന് സാക്ഷിയായി നീ ഈ 7 പെണ്ണാട്ടുകുട്ടികളെ എന്നോട് വാങ്ങണം എന്ന് അവൻ പറഞ്ഞു. സാക്ഷി എന്നുള്ള പദം ആദ്യമായി ബൈബിളിൽ കാണുന്ന അവിടെ. ബൈബിളിൽ ഞാൻ ഈ കിണർ കുഴിച്ചെന്ന് നിങ്ങൾ സാക്ഷി. അപ്പൊ സാക്ഷി പഴയ കാലത്തൊക്കെ സാക്ഷികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലേവ്യാപുസ്തകം പറഞ്ഞ, ഒരുത്തൻ സത്യത്തിന്റെ വചനം കേട്ടവൻ സാക്ഷിക്കാതിരിക്കരുത്. സാക്ഷിക്കാതിരുന്ന അവൻ കുറ്റമാണ്. നമ്മൾ അനുഭവിച്ചത്, നമ്മൾ തൊട്ടത്, നമ്മൾ അനുഭവിച്ചത് സാക്ഷിക്കാതിരുന്നാൽ അത് വലിയ കുറ്റമായി പരിഗണിക്കപ്പെടും. ഇന്ന് ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ സാക്ഷികളായിരിക്കാനാണ്, നമ്മൾ കണ്ടതൊക്കെയും സാക്ഷീകരിപ്പാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആരെല്ലാം സാക്ഷീകരിച്ചു? ഒരു 7 കൂട്ടം പോയിന്റ് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഭാഗം കൂടെ ചിന്തിച്ചിട്ട് നമുക്ക് നിർത്താം. എനിക്ക് പെട്ടെന്ന് ഓടിച്ചിങ്ങനെ തീർക്കാൻ തക്ക ഒക്കത്തില്ല. വെളിപ്പാട് പുസ്തകം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാണ് ദൈവത്തിന്റെ വചനം ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. അവന്റെ സാക്ഷികളാകണം. പ്രൈസ് ദി ലോർഡ്. അവന്റെ സാക്ഷികളാകണം നമ്മൾ. ആദ്യമായിട്ട് 1 യോഹന്നാൻ 5:9 1 യോഹന്നാൻ 5:9 വായിച്ചപ്പോളെ, നാം മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നു എങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിലും വലുതാകുന്നു. അടുത്തത് ദൈവത്തിന്റെ സാക്ഷ്യം അതിലും വലുതാകുന്നു. ദൈവത്തിന്റെ സാക്ഷ്യമോ അവൻ തന്റെ പുത്രനെ കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നത് തന്നെ. മതി. ദൈവത്തിന്റെ സാക്ഷ്യം എന്താ? അവന്റെ പുത്രനെ കുറിച്ചുള്ള സാക്ഷി. അപ്പൊ ദൈവം തന്റെ പുത്രനെ കുറിച്ച് സാക്ഷീകരിച്ചു. പിതാവായ ദൈവം ഒരു ദൗത്യം നിറവേറ്റാൻ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചതാണ്. ഒരു മിഷൻ വർക്കിന് വേണ്ടി, മിഷൻ വേണ്ടി അയച്ചതാണ്. ആ ദൗത്യം നിറവേറ്റാൻ വന്ന യേശുവിനെ കുറിച്ച് പിതാവായ ദൈവം സാക്ഷീകരിച്ചു. എപ്പ? 2 പ്രാവശ്യം ലോകത്തിന് മുമ്പിൽ സാക്ഷീകരിച്ചത് നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന് യോർദാൻ നദിയിൽ സ്നാനമെത്തപ്പോൾ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 1ാമത്തെ സാക്ഷി. 2 മരുളമലയിൽ വെച്ച്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ
ലോകത്തിന്റെ മുമ്പിൽ പുത്രനെ കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നു. ഇനി രണ്ടാമത് 1 പത്രോസ് 1:11 വായിച്ചേ. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് അതിന്റെ 10ാമത്തെ വാക്യം കൂടെ വായിച്ചേ. 10-11 വായിച്ചേ. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻപിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, പിതാവായ ദൈവം സാക്ഷിച്ചു, പരിശുദ്ധാത്മാവ് സാക്ഷിച്ചു. ഇനി മൂന്നാമത് അപ്പോസ്തലരുടെ പ്രവൃത്തി 23:11 വായിച്ചേ. 23:11 എളുപ്പം വായിച്ചിട്ട് മൂന്നാമത്തെ വാക്യം കുറിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 23:11 എടുത്ത പെട്ടെന്ന് വായിക്കണം. അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കാതെ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അറിയിച്ചു. പൗലോസ് പറയാണ് വിസ്തരിപ്പാൻ കൊണ്ട് നിർത്തിയിരിക്കുക. അവിടെ വലിയ പ്രശ്നം ഉണ്ടായി. ആ വാക്ക് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും. അപ്പൊ രാത്രി ദൈവത്തിന്റെ ദൂതൻ വന്ന് പറയാണ്, നീ യെരൂശലേമിൽ എന്നെ കുറിച്ച് സാക്ഷീകരിച്ചതുപോലെ റോമയിലും എന്നെ കുറിച്ച് സാക്ഷീകരിക്കേണ്ടതാകുന്നു. പൗലോസ് അതുപോലെ സാക്ഷീകരിച്ചു. പൗലോസ് ഉണ്ടായ പ്രതികൂലം പോലെ നമുക്ക് ഉണ്ടാകുകയായിരുന്നെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കൊണ്ട് സാധിക്കുമോ? ദൈവത്തിന് സ്തോത്രം. അപ്പൊ പൗലോസ് സാക്ഷീകരിച്ചു. ഇനിയും 2 ദിനവൃത്താന്തം 24:19 വായിക്കാം. 2 ദിനവൃത്താന്തം 24:19. അവരെ യഹോവെങ്കിലേക്ക് തിരിച്ചു വരുത്തുവാൻ അവൻ പ്രവാചകന്മാരെ അവരുടെ അടുക്കൽ അയച്ച് അവർ അവരോട് സാക്ഷീകരിച്ചു, എങ്കിലും അവർ ചെവി കൊടുത്തില്ല. നോക്കണമേ, പ്രവാചകന്മാരെ കൊണ്ട് സാക്ഷിച്ചു. നിങ്ങൾ കാണിച്ച് പ്രവാചകന്മാരെ കൊണ്ട് സാക്ഷിച്ച അനുഭവങ്ങൾ ആരൊക്കെയാണ് സാക്ഷീകരിക്കുന്നത്? പിതാവ് സാക്ഷീകരിക്കുന്നു, പിന്നെ പരിശുദ്ധാത്മാവ് സാക്ഷീകരിക്കുന്നു, പൗലോസ് സാക്ഷീകരിക്കുന്നു, പ്രവാചകന്മാർ സാക്ഷീകരിക്കുന്നു. 2 വാക്യം കൂടെ വായിക്കാം. യോഹന്നാൻ 4:39. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ വാക്യം. ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. ശമര്യ സ്ത്രീ സാക്ഷ്യം പറഞ്ഞു. നിങ്ങൾ നാണിച്ചു നോക്കിയേ. ശമര്യ സ്ത്രീ വെള്ളം കോരാൻ വന്നു. എനിക്ക് വെള്ളം തരണമെന്ന് പറഞ്ഞു. ഉടനെ അവൾ യേശു ചോദിക്കും ചോദ്യം, നീ യഹൂദനായിരിക്കേ ശമര്യ സ്ത്രീ ആയിരിക്കുന്ന എന്നോട് നീ വെള്ളം ചോദിക്കുന്നുണ്ട്. അപ്പം യേശുവിന്റെ ആ കണ്ടപ്പോഴേ അവന് നമ്മുടെ ഭാഷ പറഞ്ഞ പെന്തക്കോസുകാരനെന്ന് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ യേശുവിനെ കണ്ട ഉടനെ അതേ നീ ഒരു യഹൂദനാന്ന് മനസ്സിലായി. നമ്മളെ കാണുന്നവര് ഒരു പെന്തക്കോസുകാരനാന്ന് മനസ്സിലാക്കണം. എവിടെയാണെങ്കിലും കണ്ടുപിടിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ വേഷമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരാണ് പെന്തക്കോസുകാരെന്നും സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഏത് ഗണത്തിൽപ്പെട്ടാന്നൊക്കെ മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മളെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ജീവിതം നമ്മുടെ വേഷത്തിലും അതുപോലെ ആയിരിക്കണം. ഇങ്ങനെ പെന്തക്കോസുകാരനാണ്. എന്റെ മകനെ അട്ടാണ്ട എയർപോർട്ടിൽ വെച്ച് ഒരാൾ കണ്ടപ്പോൾ ചെന്ന് ചോദിച്ചു, ആൻഡ്രൂസ് പാസ്റ്റർ എന്ന് പറഞ്ഞാ വിളിച്ചത്. മനസ്സിലോ? പറഞ്ഞു, ഞാൻ ആൻഡ്രൂസ് പാസ്റ്റർ അല്ല, ആൻഡ്രൂസ് പാസ്റ്റർ മകനാന്ന് പറഞ്ഞു. നോക്കണമേ, ഞാൻ പറഞ്ഞു വന്നൊരു താല്പര്യം എന്നറിയാമോ? നമ്മളെ കാണുന്നവർ, നമ്മുടെ മക്കള് എല്ലാവരും ആ നിലയിൽ നമ്മളെ കാണുമ്പോൾ ഒരു ദൈവത്തിന്റെ പൈതലാണെന്ന് മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ ശമര്യ സ്ത്രീ പറയാ, നീ യഹൂദൻ ആയിരിക്കും എന്നോട് വെള്ളം ചോദിക്കുന്നത് എന്ത്? പറഞ്ഞ കർത്താവ് പറഞ്ഞു, ഈ വെള്ളം കുടിക്കല്ല പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്ന ഒരു നാളും ദാഹിക്കില്ല. ഉടനെ വിളിച്ചറിയോ? യജമാനെ. യഹൂദൻ മാറി, ഇപ്പോൾ യജമാനായി. ആ വെള്ളം എനിക്ക് തരണം. ഭർത്തവനാ. ഇപ്പൊ നിങ്ങൾ നാട്ടിൽ ശമര്യ സ്ത്രീയും യേശു മാത്രമേ ഉള്ളൂ. ശിഷ്യന്മാർ ആഹാരം കൊള്ളാൻ പോയിരിക്കുക. ഈ സമയത്ത് ഇന്നത്തെ ഭാഷാ രീതിയൊക്കെ നാളെ ചോദിക്കേ എങ്ങനെയായിരിക്കും? യേശു പറയാണ്, ഈ വെള്ളം കുടിക്കുന്നവൻ പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഉടനെ കർത്താവ് പറഞ്ഞു, നീ എന്റെ ഭർത്താവിനെ വിളിച്ചോണ്ടാ പറഞ്ഞു. ഉടനെ അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞു. ഉടനെ യേശു എന്താ പറഞ്ഞറിയാമോ? നീ പറഞ്ഞ സത്യമാ, നിനക്ക് ഭർത്താവില്ല. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പൊ ഉള്ളവന് ഭർത്താവുമല്ല. ഉടനെ ശമര്യസ്ത്രീ പറയുക, ഒരു പ്രവാചകൻ ഞാൻ കാണുന്നു. പടിപടിയായി വരിക. 1 യഹൂദൻ, 2 യജമാനൻ,
3, നീ പ്രവാചകൻ. പറഞ്ഞ അവളെ ആരാധന വിസ്തരിക്കണത്. ഞങ്ങളുടെ പിതാക്കന്മാർ ഇവിടെ ആരാധിക്കുന്നു, അവിടെ ആരാധിക്കുന്നു, അതെ ഞങ്ങൾ മശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. യേശു പറഞ്ഞു, സ്ത്രീയെ ഈ മലയിലുമല്ല ആ മലയിലുമല്ല ആരാധിക്കുന്നത്. നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ. നോക്കണമേ, 4ാമതൊന്നും മശിഹയെ കണ്ടു. ഓടി അവള് പാത്രമെല്ലാം വെച്ചിട്ട് ശബരിച്ചൻ സാക്ഷ്യം പറഞ്ഞു, ഞാൻ മശിഹായെ കണ്ടു. 4 നിലയല്ല അവള് കണ്ടത്. നോക്കണമേ, അവിടെ സംസാരം, യേശുവിന്റെ സംസാരം അതുപോലായിരുന്നു. 1 യഹൂദനായി കണ്ടു, 2 യജമാനായി കണ്ടു, 3 പ്രവാചകനായി കണ്ടു, 4 മശിഹായെ കണ്ടു. നമ്മുടെ സംസാരം നമ്മളൊരു പെന്തക്കോസ്തുകാരനാണ് തന്നെ മനസ്സിലാക്കണം. നമ്മുടെ രീതി, നമ്മുടെ നടപ്പ് കാണുമ്പോൾ ഇവന്റെ പ്രത്യേക കൃപയുള്ളവനാണെന്ന് മനസ്സിലാക്കത്തക്ക നിലയിൽ വേണം. അതാണ് ഈ വെളിപ്പാട് ദിവസം ഞാൻ ഇത്ര ഡീറ്റെയിൽസ് ആയിട്ട് എടുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇനി 7ാമത്തെ വിഷയം നമ്മൾ വായിക്കുന്നത്, 5ാമത്തെ വിഷയം ശമരിയക്കാരത്തി. 6ാമത്തെ വിഷയം ലൂക്കോസ് 24:35 എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാര് സാക്ഷീകരിച്ചു. ബാക്കി വായിക്കേണ്ട സമയം പോകുന്നു. എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർ സാക്ഷീകരിച്ചു. 7ാമത്തെ വിഷയം അപ്പോസ്തലപ്രവൃത്തി 3:15 പത്രോസ് സാക്ഷിച്ചു. അപ്പോസ്തലപ്രവൃത്തി 3:15. ഇവിടെ യോഹന്നാൻ പറഞ്ഞത് താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ദൈവത്തിന്റെ പൈതലേ, ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലം എന്നോട് കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നമ്മൾ ദൈവത്തിന്റെ സാക്ഷിയായി ജീവിക്കണം എന്ന് ഈ 2ാമത്തെ വാക്യം, എന്റെ സമയം പോകുന്നത് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. 3ാമത്തെ വാക്യം അല്പം വിശദീകരിക്കാനുണ്ട്. പ്രവചനത്തെ കുറിച്ച് വിശദീകരിക്കാനുണ്ട്. ഭാഗ്യവാന്മാർ എന്നുള്ളത് വിശദീകരിക്കാനുണ്ട്. ഞാൻ വാക്യങ്ങളെല്ലാം പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുത്താണ്. പക്ഷേ സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങൾ ഉറങ്ങേണ്ട സമയമായി. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി സാക്ഷിയായി നിൽക്കുക കേട്ടോ. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളായി തിരുവീൻ. ദൈവത്തിന്റെ സ്വർഗ്ഗം. നമുക്ക് ഈ നാളുകളിലായി കർത്താവിന്റെ വചനം മറ്റുള്ളവരെ അറിയിക്കാം, മറ്റുള്ളവരെ ഘോഷിക്കാം. ദൈവത്തിന്റെ നാമം മറ്റൊരുത്തിന് രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യയിടയിൽ വേറെ ഒരു നാമവും ഇല്ല. ദൈവത്തിന് സ്തോത്രം. ഡേവിഡ് ലിവിങ്സ്റ്റനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു സംഭവ കഥയോടെ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഡേവിഡ് ലിവിങ്സ്റ്റൺ താൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ, കോളേജിൽ പഠിക്കുകയായിരുന്നു. ആ കോളേജ് അന്ന് പാസ്സായ ഇംഗ്ലണ്ടില് അന്ന് പാസ്സായ എല്ലാവരുടെയും ബിരുദ ചടങ്ങുണ്ട്. ഗ്രാജുവേഷൻ സെറമണി. നമ്മുടെ ഏഞ്ചൽ മോളും ഗ്രാജുവേഷൻ സെറമണിയിലൊക്കെ സംബന്ധിച്ചാണല്ലോ. അവരെ ആദരിക്കുന്ന ദിവസം, അവർക്ക് ഡിഗ്രി കൊടുക്കുന്ന ദിവസം. അപ്പൊ ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്നും അദ്ദേഹത്തിന്റെ 500 പിള്ളേര് ഗ്രാജുവേറ്റ് ചെയ്യുക ആ ദിവസം. വന്ന സമയത്ത് അതിന്റെ പ്രിൻസിപ്പൽ രക്ഷിക്കപ്പെടുന്ന വ്യക്തിയായിരുന്നു. രക്ഷിക്കപ്പെട്ട വ്യക്തി ദൈവത്തിന്റെ വചനത്തിൽ കൂടെ അല്പസമയം പ്രസ്താവിച്ചു. ആ പ്രിൻസിപ്പൽ അതിന്റെ ആ യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട വ്യക്തി, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ബിരുദമുണ്ടായി, ബിരുദം കിട്ടി. നിങ്ങളുടെ അധ്വാനം കൊണ്ടാണ് കിട്ടിയത്. നിങ്ങൾ ശ്രദ്ധിക്കണേ, അധ്വാനം കൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയത്. എന്നാൽ എനിക്കൊരു കാര്യം പറയാൻ തക്കന്നുണ്ട്. അദ്ദേഹം യേശുവിനെ കുറിച്ച് അല്പസമയം സാക്ഷിച്ചു. നിങ്ങളുടെ ബിരുദം, നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ കഴിവ്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബുദ്ധി, നിങ്ങൾക്ക് തന്ന സാമർഥ്യം, നിങ്ങളുടെ വിദ്യാഭ്യാസത്തോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ജോലിയോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ഇനി ഓരോ ജോലിയിലേക്ക് പ്രവേശിക്കും. ആ ജോലിയോടുള്ള ബന്ധത്തിൽ നിങ്ങൾ കർത്താവിന്റെ സാക്ഷികളായി തീരണം എന്നൊരു പ്രസംഗം ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ ഒന്നുമല്ല, നല്ല പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ചെയ്തൊരു പ്രസംഗമാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ഓട്ടർ കോളിംഗ് നടത്തി. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, പക്ഷെ അദ്ദേഹം നടത്തി. ആര് ഇന്ന് ഞാൻ കേട്ട വചനത്തിന് മുമ്പിൽ, യേശുവിനെ കുറിച്ച് സാക്ഷിച്ച ഈ വാക്കിന് മുമ്പിൽ ആര് മുൻപോട്ട് വന്ന് സമർപ്പിക്കുമെന്ന് ചോദിച്ചു. ഈ ഡേവിഡ് ലിവിങ്സ്റ്റൺ അദ്ദേഹം മുൻപോട്ട് വന്ന് കരഞ്ഞ് തനിക്ക് ലഭിച്ച ഡിഗ്രി അതും എല്ലാം കൂടെ വെച്ച് വാവിട്ട് നിലവിളിച്ച് എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അത് കണ്ടുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ ഉറ്റ കൂട്ടുകാരൻ, ഉറ്റ സ്നേഹിതൻ, അത് കണ്ടപ്പം വലിയ വിഷമം തോന്നി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല, എനിക്കിവിടെ ഇരിക്കാൻ ഒക്കത്തില്ല. എന്റെ സ്നേഹിതൻ എന്തൊരു ബോട്ടത്വമാണ് കാണിച്ചത്. പുള്ളി ആ ഡിഗ്രി എല്ലാം പഠിച്ചെറിഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിപ്പോ. ഈ ഡേവിഡ് ലിവിങ്സ്റ്റൺ പിൽക്കാലത്ത് ആഫ്രിക്കയിലേക്ക് കടന്നുപോയി. ആഫ്രിക്കയിൽ ചെന്ന് അവിടുത്തെ ഭാഷ പഠിച്ചു. ഭാഷയെല്ലാം പഠിച്ച് ആഫ്രിക്കയ്ക്ക് വേണ്ടി ജീവിച്ചു. ആഫ്രിക്കൻ ഭാഷയിൽ ബൈബിൾ എഴുതി.
സുവിശേഷം അറിയിച്ചു. അനേകർ ആഫ്രിക്കയിൽ രക്ഷിക്കപ്പെട്ടു. എന്നിട്ട് ആഫ്രിക്കയിൽ കിടന്ന് തന്നെ താൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഡേവിഡ് ലിവിങ്സ്റ്റനെ കുറിച്ചുള്ള വാർത്ത ഇംഗ്ലണ്ടിൽ നല്ലവണ്ണം പ്രചരിച്ച ഒരു വാർത്തയായിരുന്നു. അപ്പൊ ഇംഗ്ലണ്ട് ഗവൺമെന്റ് ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ഡെഡ് ബോഡി ആഫ്രിക്കയിൽ സംസ്കരിക്കാതെ തിരിച്ച് ഇംഗ്ലണ്ടിൽ കൊണ്ടുവരാൻ തക്കോണം തീരുമാനിച്ചു. അങ്ങനെ ഈ ഡെഡ് ബോഡി ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയി. ഒരു പ്രത്യേക ദിവസം നിശ്ചയിച്ച് വലിയ ഘോഷത്തോടെ അദ്ദേഹത്തിന്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്താൻ തക്കോണം തീരുമാനിച്ചു. ബാൻഡ് മേളകളാൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനത്തിന്റെ അകമ്പടിയോടുകൂടി ഈ ഡെഡ് ബോഡി ഒരു ശവമഞ്ചത്തിൽ വെച്ച് ദുഃഖാചരണം ആചരിച്ചുകൊണ്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ദൂരെ നിന്നൊരു ഭ്രാന്തൻ ഓടി വരികയാണ്. ഭ്രാന്തൻ ഓടി വന്ന് ജനക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് തട്ടിക്കേറി ഓടി വന്നു. ഇതെന്തോ കാണിക്കാൻ പോകാന്ന് ഇങ്ങനെ പോലീസുകാരൊക്കെ നോക്കി തടയാൻ നോക്കി, നിന്നില്ല. ആ ശവമഞ്ചം അവിടെ നിർത്തി. ആ ശവമഞ്ചത്തിന്റെ അരിക്കൽ വന്നുകൊണ്ട് ഡേവിഡ് ലിവിങ്സ്റ്റൺ പറഞ്ഞു, അല്ല, ഈ ഭ്രാന്തൻ പറയുകയാണ്, അല്ലയോ ഡേവിഡ് ലിവിങ്സ്റ്റൺ, അന്ന് കോളേജിൽ വെച്ച് നീ കർത്താവിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോയി. അന്നത്തെ ഗ്രാജുവേറ്റ് സെറമണി ഞാൻ അലങ്കോലമാക്കി. ഞാനോ ഒരു ഭ്രാന്തനായി പോയി. നീയോ ദൈവത്തിന്റെ സന്ദേശം അറിയിക്കാൻ ആഫ്രിക്കയിൽ പോയി. ലോകം നിന്നെ മാനിക്കുന്നു. ഞാനോ ഒരു ഭ്രാന്തനായി പോയി. നടന്ന സംഭവം ചരിത്രം വായിച്ചു. ഞാനോ ഒരു ഭ്രാന്തനായി പോയി. നിന്നെ ലോകം മാനിക്കുന്നു. ദൈവത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്നെ ലോകം മാനിക്കും കേട്ടോ. ദൈവം മാനിക്കുന്നതോടൊപ്പം തന്നെ നിന്നെ ലോകം മാനിക്കും. ഇതിനെ എതിർക്കുന്നവർ അതിൻ്റെതായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇന്ന് രാത്രികാലം സുവിശേഷത്തോട് യേശുവിന്റെ സാക്ഷ്യം വഹിക്കുന്ന ദൈവദാസന്മാരോട് ആരെങ്കിലും അഗണ്യമായി കൈ ഉയർത്തുന്നുണ്ടെങ്കിൽ, സംസാരിക്കാൻ വയ്യാത്ത പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, വീട്ടിൽ കുഞ്ഞുങ്ങളുടെ മുമ്പാകെ ഇരുന്നുകൊണ്ട് ദൈവദാസന്മാരുടെ കുറ്റം പറയുന്നവരുണ്ടെങ്കിൽ, തലമുറ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും മക്കളുടെ മുമ്പിൽ വെച്ച് വിമർശനം നടത്തരുത്. നിങ്ങളുടെ മക്കൾ പിന്നീട് സുവിശേഷ ഘോഷണത്തിൽ കർത്താവിന്റെ ആരാധന സ്ഥലത്ത് പിന്നെ കാണത്തില്ല. ആകയാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് സ്റ്റോപ്പ് ചെയ്യുക. ദൈവത്തിന്റെ സാക്ഷ്യം വഹിക്കുക, ദൈവിക സന്ദേശം അറിയിക്കുക, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുക. ദൈവത്തിന് വേണ്ടി നല്ലൊരു സാക്ഷിയായി ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ